അപ്പോ ഞാൻ ആദ്യം ഹനാലിൽ നിന്ന് തുടങ്ങാം. നന്നായി. ഒരു ബഹുമാനം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. നമുക്കൊരു ബഹുമാനവും സ്നേഹവും ഒരു പെണ്ണിനോട് തോന്നണമെങ്കിൽ ആ ഡ്രസ്സിങ്ങിൽ കൂടി ഒന്ന് നമ്മൾ നോക്കും, ഒന്ന് ചിന്തിക്കും. നടന്നു വരുന്നത്, പോകുന്നത്, മറ്റ് വസ്ത്രധാരണം എല്ലാം ചിന്തിച്ചിട്ട് തന്നെയാണ് ഓരോ പുരുഷനും ഒരു സ്ത്രീക്ക് എത്ര ബഹുമാനം കൊടുക്കണം. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണോ ഞങ്ങൾക്ക് ഇവിടെ വസ്ത്രം ധരിച്ച് നടക്കാനായി? നിങ്ങളുടെ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ അളവും നിങ്ങൾക്ക് ആരാണ് പറഞ്ഞു തന്നത്? സംസാരിക്കരുത്, താങ്കൾ പറഞ്ഞു ഞാനിവിടെ നിർത്തിയിട്ടുണ്ട്. ആ സമയം ഞാൻ സംസാരിക്കും. ഒരുപാട് പേര് താങ്കളെ എന്താണ് കുഴപ്പം? നിങ്ങളുടെ ഈ വസ്ത്രത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഏറ്റവും കൂടുതൽ റേപ്പ് അറ്റംപ്റ്റ് നടക്കുന്നത് കുഞ്ഞു കുട്ടികൾക്ക് നേരെ ഉണ്ട്. എന്താ അവരുടെ ഡ്രസ്സിംഗിൽ എന്ത് പ്രശ്നമുള്ളത്? ആളുകളെ ഈ റേപ്പ് ചെയ്യുന്നതിലേക്ക് അല്ലെങ്കിൽ സെക്ച്വലി അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയറിലേക്ക് പോകുന്നതിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. പർദ്ദട്ട ആള് റേപ്പ് ചെയ്യപ്പെടുന്നു, ദാറ്റ് മീൻസ് പർദ്ദ ലീഡ്സ് ടു റേപ്പ്. അങ്ങനെയല്ല അതിന് വായിക്കേണ്ടത്, മറ്റു പല കാര്യങ്ങളും. ഒരു പൊതു ബോധത്തിന്റെ ഭാഗമായിട്ടൊരു ഡ്രസ് കോഡ് അവശ്യം വേണ്ടതാണ്. അവരൊരു ഷോർട്ട്സ് ഇട്ടാലോ ഒരു സ്ലീവ്ലെസ് ഇട്ടാലോ എങ്ങനെയാണ് ഒരു പൊതു ഇടത്ത് വെച്ചിട്ട് അവരെ വ്യക്തിപരമായിട്ട് അറിയാതെ നിങ്ങൾക്ക് മോശക്കാരിയാണെന്നോ? ഒരു പുരുഷൻ മാത്രമായതുകൊണ്ടാണ് ഒരു കുട്ടി ഇവിടെ ജനിക്കുന്നത്. സ്ത്രീയും കൂടിയാണ്. ഭരണഘടന നമുക്ക് പറഞ്ഞിട്ടുണ്ട്. സാറ് പറഞ്ഞു ഡ്രസ്സുകൾ വീട്ടിൽ ചെന്നിട്ടാൽ മതി. ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടില്ല ഇങ്ങനത്തെ ഡ്രസ്സുകൾ വീട്ടിൽ പോകണമെന്ന്. ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടില്ല. ഭരണഘടനയിൽ നമുക്ക് അന്ന് എന്തുകൊണ്ടായിരുന്നു അത് സംഭവിച്ചത്? അന്നും വസ്ത്രം ഇല്ലായിരുന്നു. മാറുമറയ്ക്കൽ സമരം നടത്തി അങ്ങനെ മാറുമറയ്ക്കാനുള്ള അവസരം കിട്ടിയിട്ട് നിങ്ങൾ മാറുമറയ്ക്കുന്നുണ്ടോ? എന്നിട്ട് ഇപ്പൊ നേരെ തിരിഞ്ഞില്ലേ? ഇപ്പൊ മാറുമറയ്ക്കൽ സമരം ഒന്നുകൂടി നടത്തേണ്ടി വരും. ഓക്കെ, എന്റെ പൊന്നു പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതിന്റെ ഫുൾ ആയിട്ടുള്ള ഭാഗം ഞാൻ നിങ്ങൾക്ക് വെച്ച് തരാം. ഒരു വിഭാഗം പറയുകയാണ് ഞങ്ങൾ തോന്നിയ വസ്ത്രം ധരിക്കും, ധരിക്കാതിരിക്കും, ഞങ്ങളുടെ ഇഷ്ടമാണ്. മറ്റൊരു വിഭാഗം പറയുകയാണ് നിങ്ങൾ മാന്യമായിട്ടുള്ള വസ്ത്രം ധരിക്കണം മക്കളെ, എന്തിനാണ് കാണിച്ചു നടക്കുന്നതെന്ന്. പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾ ആർക്കൊപ്പമാണ്? ഞാൻ മാന്യമായിട്ട് വസ്ത്രം ധരിക്കണം എന്ന് പറയുന്ന ആളാണ്. വരുന്ന ഒരു തലമുറ നശിച്ചു പോവാതിരിക്കാൻ വേണ്ടി പറയുകയാണ് നല്ല രീതിക്ക് മാന്യമായിട്ടുള്ള സഭ്യമായിട്ടുള്ള വസ്ത്രം ധരിക്കൂ എന്ന്. ഇതിന്റെ പേരിൽ എത്ര നെഗറ്റീവ് കമന്റ് വന്നാലും പ്രശ്നമില്ല. എന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഒന്നൊന്നായിട്ട് കേൾക്കാം. അപ്പോ ഞാൻ ആദ്യം ഹനാലിൽ നിന്ന് തുടങ്ങാം. നന്നായി. എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. നമ്മുടെ സ്നേഹം ഇപ്പം സ്നേഹത്തിന് കുറവൊന്നുമില്ല, പക്ഷെ എന്നാലും ഒരു ബഹുമാനം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. നമുക്കൊരു ബഹുമാനവും സ്നേഹവും ഒരു പെണ്ണിനോട് തോന്നണമെങ്കിൽ ആ ഡ്രസ്സിങ്ങിൽ കൂടി ഒന്ന് നമ്മൾ നോക്കും, ഒന്ന് ചിന്തിക്കും. നടന്നു വരുന്നത്, പോകുന്നത്, മറ്റ് വസ്ത്രധാരണം എല്ലാം ചിന്തിച്ചിട്ട് തന്നെയാണ് ഓരോ പുരുഷനും ഒരു സ്ത്രീക്ക് എത്ര ബഹുമാനം കൊടുക്കണം, എങ്ങനെയാണ് അതിന്റെ ഒരു. ചോദിച്ചോട്ടെ, അജിത് കുമാറിന്റെ ആദരവ് ഇരിക്കുന്നത് വസ്ത്രത്തിലാ? വസ്ത്രത്തിൽ മാത്രമല്ല, പ്രവൃത്തിയിലും വേണം. അത് പ്രവൃത്തിയും വേണം. വസ്ത്രധാരണം നമ്മൾ ആദ്യം ഏതൊരാളിനെ നമ്മൾ നോക്കുമ്പോൾ ആദ്യം വസ്ത്രമല്ലേ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് സ്വഭാവവും, പിന്നെയുള്ള പുള്ളിക്കാരി എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മള് പുരുഷന്മാർ എപ്പോഴും ഒരു മാനദണ്ഡം ആ കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്നത്. മറുപടി വേണ്ടേ? തീർച്ചയായിട്ടും. താങ്കളുടെ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടാണോ ഞങ്ങൾ ഇവിടെ ജീവിക്കേണ്ടത്? എന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട. താങ്കളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പുരുഷന്മാരുടെ പ്രതിനിധിയായിട്ട് ഇവിടെ വന്നതാണല്ലോ. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണോ ഞങ്ങൾക്ക് ഇവിടെ വസ്ത്രം ധരിച്ച് നടക്കാനായിട്ട്? ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആളാണ് ഞാൻ. ഞങ്ങളുടെ വസ്ത്രത്തിന് അനുസരിച്ചാണോ ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളായാലും ഞങ്ങളുടെ കരിയർ ആയാലും ഇതെല്ലാം എന്താണ്, എത്ര ബഹുമാനം അർഹിക്കുന്നു നിങ്ങൾ തീരുമാനിക്കുന്നത്? നിങ്ങളുടെ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ അളവും നിങ്ങൾക്ക് ആരാണ് പറഞ്ഞു തന്നത്? നിങ്ങളെ ബഹുമാനിക്കണോ വേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് എന്റെ അവകാശമാണ്. അത് എന്റെ അവകാശമാണ്. ബഹുമാനിച്ചോളൂ. നിങ്ങളുടെ ബഹുമാനത്തിന്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ ആർക്കാണ് വേണ്ടത്? ആയിക്കോട്ടെ, പക്ഷെ നിങ്ങളെ ബഹുമാനിക്കണോ വേണ്ട എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. എന്റെ തീരുമാനത്തിലാണ് ഇരിക്കുന്നത് കാര്യം. അതുകൊണ്ടാണ് താങ്കൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചെറിയ വിഷയം വരുന്നത്. ആദ്യം മനസ്സിലാക്കണം. ഞാൻ വ്യക്തമായി കേട്ടിരുന്നു. എനിക്ക് പറയാനുള്ളത് ആർജവും കൂടെ താങ്കൾ കാണിക്കണം എന്നുള്ളതുണ്ട്. പറയുന്ന കാര്യം കേൾക്കാൻ പോലും സമ്മതിക്കാതെ ഇയാൾ എന്ത് പുരുഷ പ്രതിനിധിയാണ്? പുരുഷന്മാരുടെ സംസ്ഥാന പ്രസിഡന്റാ? അല്ല. ഒരു സെക്കൻഡ്, അജിത് കുമാറിന്റെ സർട്ടിഫിക്കറ്റ് കൂട്ടി കീറി കളഞ്ഞു. എന്റെ സർട്ടിഫിക്കറ്റ് മാത്രമല്ല, ഈ കേരളത്തിലെ വലിയൊരു വിഭാഗം സ്ത്രീകൾ, ഇപ്പോഴത്തെ ജൻസി പിള്ളേർ ചിലപ്പോ ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുമായിരിക്കും, പക്ഷേ വലിയൊരു വിഭാഗം സ്ത്രീകൾ ഇനി ഇരിക്കുന്നുണ്ടല്ലോ, ഇവര് പറയും കൃത്യമായിട്ടും ആ കുട്ടി എങ്ങനെയാണ് എന്താണെന്നുള്ളത്. കാരണം ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് വാദിച്ചിട്ടുള്ളവരാ നമ്മളൊക്കെ. മലയാളികളായിട്ടുള്ള ബഹുഭൂരിപക്ഷം. സംസാരിക്കരുത്.
സംസാരിക്കുന്നത് ആ സമയം ഞാൻ സംസാരിക്കും. ഏയ്, താങ്കൾ പറഞ്ഞു ഞാനിവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ സംസാരിക്കുന്നത് എന്റെ അവസരമാണ്. എന്റെ അവസരമാണ്. ആ സമയം ഞാൻ സംസാരിക്കും. ഒരുപാട് പേര് താങ്കളെ സഹായിച്ചിട്ടില്ല. ജീവിച്ചിട്ടുണ്ട്. എന്താണ് കുഴപ്പം? നിങ്ങളുടെ ഈ വസ്ത്രത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. വസ്ത്രധാരണം, താങ്കളുടെ സോഷ്യൽ മീഡിയയിൽ വരുന്ന വസ്ത്രധാരണം തീർച്ചയായിട്ടും അത് തെറ്റായിട്ടുള്ളത് തന്നെയാണ്. അത് പുതുതലമുറ അനുകരിക്കുമ്പോ അത് പുതിയൊരു വഴി. പറഞ്ഞിട്ട് കാണുന്ന സ്ത്രീകളൊക്കെ മെക്കെട്ട് കയറുമ്പോൾ കാല് തെറ്റി. താങ്കളുടെ ഇച്ഛയ്ക്കനുസരിച്ച് എല്ലാവരും ഒരേപോലെയാണ് കരുതരുത്. എല്ലാവരുടെയും കാര്യം പറഞ്ഞില്ലല്ലോ. ഞാൻ താങ്കളുടെ കാര്യം എല്ലാവരുടെയും കാര്യം പറഞ്ഞില്ല. താങ്കളെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ബാക്കി വെച്ച് തരാം. ഈ പെണ്ണിനോട് ഒരു കാര്യം, മോളെ നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് ഊരിയിട്ട് നടന്നോ, ഒരു പ്രശ്നവുമില്ല, ഇന്ത്യ മഹാരാജ്യമാണ്. വല്ലാത്ത കഷ്ടം തന്നെ. മക്കളെ ഇത്തിരി നല്ല ഡ്രസ്സ് ധരിക്കൂ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണോ പറയേണ്ടത്? ബാക്കി കൂടെ കാണാം. സ്വാഭാവികമായിട്ട് എല്ലാ പുരുഷന്മാർക്കും ഈ ഇങ്ങനെയുള്ള വസ്ത്രം ധരിക്കുമ്പോ ധരിച്ചു വരുന്ന കുട്ടികളെ നോക്കും, സ്വാഭാവികമായിട്ട് നോക്കും. ഞാൻ മനഃപൂർവ്വം നോക്കാതിരിക്കും, ഞാൻ പുച്ഛത്തോടു കൂടി കാണും. അത് എന്റെ മനോഭാവമാണ്. പക്ഷെ മറ്റുള്ളവർ ഏറ്റവും കൂടുതൽ റേപ്പ് അറ്റംപ്റ്റ് നടക്കുന്നത് 13 വയസ്സിന് അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികൾക്ക് നേരെ ഉണ്ട്. എന്താ അവരുടെ ഡ്രസ്സിങ്ങിൽ എന്ത് പ്രശ്നമുള്ളത്? അമ്മുമ്മമാർക്കും അത്രയും ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് നേരെ റേപ്പ് അറ്റംപ്റ്റ് നടക്കുന്നുണ്ട്. അവരുടെ വസ്ത്രധാരത്തിന് എന്താ പ്രശ്നം? അതൊന്ന് മനസ്സിലാക്കി കുട്ടികളെ റേപ്പ് ചെയ്യുന്നതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി ഉണ്ട്. സെക്ഷൽ ഫ്രസ്ട്രേഷൻ. ഒരു പുരുഷൻ എത്രത്തോളം സെക്ഷൽ ഇമേജുകൾക്ക് എക്സ്പോസ് ആവുന്നത് ഒരു ദിവസം അതിന്റെ പഠനങ്ങളുണ്ട്. നമ്മൾ ഹോർഡിങ്സും അഡ്വർടൈസ്മെന്റും മോഡൽസിന്റെ ഒക്കെ നോക്കുക. ആ സെക്ഷലി എക്സ്പോസ്ഡ് ആവുന്നത് ഒരു ടാർഗറ്റിൽ അല്ലല്ല ഒരു ടാർഗറ്റിൽ നിന്ന് നമ്മൾ സെക്ഷലി എക്സ്പോസ്, നമ്മൾ ഭയങ്കര ട്രിഗേർഡ് ആയാൽ, ഇപ്പൊ നമ്മള് ഓഫീസിൽ നിന്ന് ബോസ് ചീത്ത പറഞ്ഞാൽ തിരിച്ച് ബോസിനോട് ചീത്ത പറയാൻ പറ്റില്ല. നമ്മൾ വീട്ടിൽ പോയിട്ട് വേറെ ആരോടെങ്കിലും ആ ദേഷ്യം തീർക്കും. ഇതേപോലെ ഇത് ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറിയാ. നമ്മളൊരു സെക്ഷൽ ഒരു ടാർഗറ്റിൽ നിന്ന് ഫ്രസ്ട്രേറ്റഡ് ആയാൽ അത് വേറൊരു ടാർഗറ്റിൽ കൊണ്ടുപോയി അതിന്റെ അഗ്രഷൻ തീർക്കും. അത് പറയുന്നതിൽ കാര്യമില്ല. കാര്യമില്ല എന്ന് പറയുന്നത് തിയറിയാണ് മാം, സൈക്കോളജിക്കൽ തിയറിയാണ്. ഞാൻ പറയുന്നതല്ല, കാര്യമില്ല എന്ന് ഞാൻ പറയുന്നതല്ലോ. പക്ഷെ ഞാൻ പറയട്ടെ, ഇപ്പൊ ഡ്രസ്സ് ഒരിക്കലും ഒരാളിന് പ്രൊവോക്കേറ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് അവനവന് ഇഷ്ടമുള്ള ഡ്രസ്സ് അവിടെയാണ് സർ. നമ്മൾ കാണുന്നില്ലേ സാർ ഒരു കാര്യം, ഭർത്തായിട്ട് നടക്കുന്നവർക്കും റേപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതിനെന്താണ് എന്തെങ്കിലും ഉണ്ടോ അതിന്? അത് ഞാൻ പറയുന്നത് പെർവേർട്സിന് എന്തായാലും ഏത് കോലത്തിൽ കണ്ട ഒരാളിന് ഒരു പെണ്ണിനോടായാലും പലതും തോന്നാം, അവർ എന്തും ചെയ്യുന്നത്. അതല്ല ഒരിക്കലും സാധാരണ നടക്കുന്ന ഒരാളിനെ നിങ്ങളെ പോലുള്ള നിങ്ങൾ ഏതെങ്കിലും ഏജിനെയോ ഏതെങ്കിലും ഡ്രസ്സിനെയോ ഏതെങ്കിലും പറ്റില്ല. ഏതെങ്കിലും ഡ്രസ്സോ ഏജോ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ആളുകളോ റേപ്പ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് അവരുടെ ഏതെങ്കിലും ഫീച്ചേഴ്സ് ഇതിലേക്ക് ലീഡ് ചെയ്യുന്നു എന്നല്ല അർത്ഥം. മറിച്ച് ഈ ഹോൾ സിസ്റ്റം, ഈ ഹോൾ ജനറലി പറയുമ്പോൾ ഈ ഹോൾ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്? ആളുകളെ ഈ റേപ്പ് ചെയ്യുന്നതിലേക്ക് അല്ലെങ്കിൽ സെക്ഷലി അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയറിലേക്ക് പോകുന്നതിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. അതിനർത്ഥം സെക്ഷൽ അഗ്രഷൻ കാണിക്കുന്ന ആളുകൾ ആ ചെയ്യുന്ന കാര്യം ന്യായീകരിക്കാവുന്നതാണെന്നല്ല, അവർ പൂർണ്ണമായും ചെയ്യുന്ന തെറ്റാണ്. എന്നാൽ അവർ അതിലേക്ക് ലീഡ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഉദാഹരണത്തിന് ഇപ്പൊ ചില ആളുകൾ ഈവൻ വളരെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഫാമിലി റിലേഷൻഷിപ്പിലേക്ക് പോലും സെക്ഷൽ ബിഹേവിയർ കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് എന്തുകൊണ്ടാണ്? അവർ അമ്മ ഇത്തരത്തിൽ എന്തെങ്കിലും കാണിക്കുന്നത് കണ്ടോ അല്ലെങ്കിൽ പെങ്ങൾ എന്തെങ്കിലും കാണിക്കുന്നത് കണ്ടോ അല്ല, മറിച്ച് ഇപ്പോൾ റീസെന്റ് സ്റ്റഡീസിൽ കാണാൻ പറ്റും കൂടുതൽ ഈവൻ പോൺ ഹബ് പുറത്തുവിട്ട പഠനത്തിൽ 2017 കാണാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ട കീവേഡ് എന്ന് പറഞ്ഞാൽ മോം എന്നാണ്. മോം എന്നുള്ള കീവേഡിൽ ആളുകൾ പോൺ വീഡിയോ കാണുന്നു, അതെന്ത് ചെയ്യുന്നു? സ്വന്തം വീട്ടിൽ കൊണ്ടിട്ട് അപ്ലൈ ചെയ്യുന്നു. ദാറ്റ് മീൻസ് ജനറലി കാണുന്ന പല കാര്യങ്ങളും പല ആളുകളുടെ മേലേക്കുള്ള ബിഹേവിയർ ആയിട്ട് ആട്രിബ്യൂട്ട് ചെയ്യാൻ ഇത് കാരണമാവുന്നതാണ്. അഥവാ ഈ ആളുകൾ പർദ്ദട്ട ആള് റേപ്പ് ചെയ്യപ്പെടുന്നു, ദാറ്റ് മീൻസ് പർദ്ദ ലീഡ്സ് ടു റേപ്പ്, അങ്ങനെയല്ല ഇതിന് വായിക്കേണ്ടത്. മറ്റു പല കാര്യങ്ങളും ഇവർ അനുഭവിക്കുന്ന പ്രയാസം പുറത്ത് സഭ്യമായ ഡ്രസ് ഉപയോഗിക്കുക. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എവിടെയാണ് സ്വാതന്ത്ര്യം ഇരിക്കുന്നത്? ആരാണ് അതിന്റെ ഒരു ലൈൻ നിശ്ചയിക്കുന്നത്? എവിടെയാണ് സ്വാതന്ത്ര്യത്തിന്റെ ഒരു അതിർവരം വിട്ടിരിക്കുന്നത്? ആരാണ് അത് കൊടുക്കുന്നത്? അത് അവനവൻ തന്നെയാണ്. ആ വ്യക്തി സ്വാതന്ത്ര്യവും ഭരണഘടനയൊന്നും അനുശാസിക്കുന്നില്ല നിയമം എന്ന് പറയുന്നത്. ഡ്രസ്സ് ധരിക്കണം എവിടെയാണെന്നുള്ളത് അവനവൻ തീരുമാനിക്കണം. ഓക്കെ, ബാക്കി വെച്ച് തരാം. ഇവറ്റകൾക്കൊക്കെ കാണിച്ചു നടക്കാനാണല്ലോ ഇഷ്ടം എന്ന് ഓർക്കുമ്പോൾ നല്ല വിഷമമുണ്ട്. ഓക്കെ, നമുക്ക് ബാക്കി കൂടെ കാണാം. ഇന്ത്യൻ ഭരണഘടനയിൽ ഒന്നും ഒരിടത്തും ഇന്ന വസ്ത്രം ധരിക്കണമെന്നോ ഇന്ന രീതിയിൽ നടക്കണമെന്നോ ഒന്നും പറയുന്നില്ല. പക്ഷെ നമുക്കൊരു പൊതുബോധമുണ്ട്, ഒരു സാംസ്കാരികമായ ഒരു തലമുണ്ട്. അപ്പൊ ഇവിടെ ഏത് വസ്ത്രം, ഇപ്പൊ മെൻസ് അസോസിയേഷന്റെ സുഹൃത്ത് ശ്രീ അജിത് കുമാർ
അദ്ദേഹം പറഞ്ഞത് വേറൊരു ആംഗിളാണ്. പക്ഷെ പുള്ളി പറഞ്ഞത് അങ്ങോട്ട് ഷാർപ്പായിട്ട് വന്നില്ല. ഷാർപ്പായിട്ട് എത്തിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. പുള്ളി ഭയങ്കര ഷാർപ്പാ സാധാരണ. വീട്ടിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സ് നമ്മൾ പുറത്ത് ഉപയോഗിക്കാറില്ലല്ലോ. അല്ല. അപ്പൊ കല്യാണത്തിന്, അമ്പലത്തില്, പള്ളിയില്, ആരാധനാ സ്ഥലങ്ങള്, ഇനി കോർപ്പറേറ്റുകൾക്ക് എന്തിനാ ഡ്രസ് കോഡ് വെച്ചിരിക്കുന്നത്? കോർപ്പറേറ്റ് ഓഫീസുകള്. അപ്പൊ ഒരു ഡ്രസ് കോഡ്, ഒരു പൊതു ബോധത്തിന്റെ ഭാഗമായിട്ട് ഒരു ഡ്രസ് കോഡ് അവശ്യം വേണ്ടതാണ്. അത് എന്താ പറയാ, ഒരു അശ്ലീലം എന്ന്. ആരാണ് ഈ മാനദണ്ഡം തീരുമാനിക്കുക? അത് സാറേ, അത് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിനകത്ത് അതിനൊരു മാനദണ്ഡം ഉണ്ടല്ലോ. ഒരു മാനദണ്ഡം ഉണ്ടല്ലോ. നമ്മൾ ജീവിക്കുന്നതിനകത്ത് സമൂഹം നമുക്ക് നൽകുന്ന ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡമാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോ നേരത്തെ സംസാരിച്ച ആ വ്യക്തി പറഞ്ഞു ഒപ്രസ്ഡ് എന്ന് പറഞ്ഞ ഒരു പദം ഉപയോഗിച്ചു. ശരിക്കും ഇദ്ദേഹം ഇപ്പൊ ഇവിടെ ഒരു ഓപ്പറേഷൻ തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അടിച്ചമർത്തുക ഒരു പെർട്ടിക്കുലർ പേഴ്സണെ നമ്മൾ വ്യക്തിഹത്യ അല്ല ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മളൊരു വ്യക്തിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അവരൊരു ഷോർട്സ് ഇട്ടാലോ, ഒരു സ്ലീവ്ലെസ് ഇട്ടാലോ, എങ്ങനെയാണ് ഒരു പൊതു ഇടത്ത് വെച്ചിട്ട് അവരെ വ്യക്തിപരമായിട്ട് അറിയാതെ നിങ്ങൾക്ക് മോശക്കാരിയാണെന്നോ, നിങ്ങളെ ഞങ്ങൾ ഇതിനു മുമ്പ് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എന്നാൽ ഇന്ന് നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ആയിരിക്കുന്നത് ഈ കോലത്തിലാണ്, അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ഞങ്ങളുടെ സപ്പോർട്ട് ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം നിങ്ങളുടെ വീട്ടിൽ പോയി ധരിച്ചോളൂ. നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകളാണോ ഞങ്ങൾ? നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകളോട് സംസാരിക്കുന്ന ഭാഷയിൽ സംസാരിക്കരുത്. മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ടല്ലേ? പറഞ്ഞു പൂർത്തിയാക്കാൻ സമ്മതിക്കണം. മനസ്സിലായില്ലേ? ഞാൻ സംസാരിക്കുന്നതിൽ പരമാവധി മാന്യതയും നമ്മൾ ഒരു വ്യക്തിഹത്യ ചെയ്യാത്ത രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മളിവിടെ ഇത്രയും സ്ത്രീകൾ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കോർണർ ചെയ്യാൻ സാധിക്കുന്നത്? നമ്മളൊരു ജനറൽ സംഭവത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഓക്കെ, ഒരാളുടെ വസ്ത്രധാരണത്തിന്, ഒരു സ്ത്രീയുടെ വസ്ത്രധാരണത്തിന് പൊതു ഇടത്തിൽ നിയന്ത്രണം ആവശ്യമുണ്ടോ? ഒരുപക്ഷെ നിങ്ങളുടെ അഭിപ്രായം എന്താ ആവശ്യമുണ്ട് എന്നുള്ളതായിരിക്കും. നമ്മളുടെ അഭിപ്രായം എന്തായിരിക്കും? അങ്ങനെ ഒരു പെർട്ടിക്കുലർ നിയന്ത്രണത്തിന്റെ ആവശ്യമില്ല എന്നുള്ളതിനെ കുറിച്ചായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. പറഞ്ഞു മുഴുവിപ്പിക്കാൻ സമ്മതിക്കണം. എങ്ങനെയാണ് ഒരു ജനാധിപത്യ സമൂഹം സമാധാനമായിട്ട് മുന്നോട്ട് പോകുന്നത്? അല്ലേ? അത് മറ്റൊന്നുമല്ല, നമ്മൾ എല്ലാവരും പരസ്പര ബഹുമാനത്തോടു കൂടിയും ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയിട്ടും വേണം പോവാൻ. അതല്ലാതെ നമ്മളൊരു പേഴ്സണെ നമ്മൾ കണ്ടു, ഓക്കെ അയാൾ ഇന്നതാണ്, നിങ്ങൾ അങ്ങനെ നെയിം സ്ലിപ്പ് കൊടുക്കുകയാണോ? നിങ്ങൾക്ക് അതിന് ആരെവിടെ ഏർപ്പാടാക്കിയിട്ടുള്ളത്? ഓരോ വ്യക്തികൾക്കും ഞങ്ങൾ ഇതാ ഇന്ന നെയിം സ്ലിപ്പാണ് കൊടുക്കുന്നത്. അതിന് പേട്രിയാർക്കി, ഓപ്പറേഷൻ, ഇതുപോലെയുള്ള കുറെ പേരുകളും കണ്ടെത്തിയിട്ട് നിങ്ങൾ വിലയിടാൻ വരരുത്. എതിരാണ്, പാട്രിയാർക്കിക്കെതിരായിട്ടാ ഞാൻ പറഞ്ഞത്. അതായത് സൊസൈറ്റിയിൽ പല രൂപത്തിൽ ഇതിനെ ഇപ്പൊ 2 രൂപത്തിൽ ഇതിന്റെ മാനദണ്ഡം, പുരുഷന്മാർക്ക് മാനദണ്ഡമുണ്ട്. ഒരു പിന്നെ സ്ത്രീകളുമായിട്ടുള്ള ഹരാസ്മെന്റോ അബ്യൂസോ നടക്കുകയാണെങ്കിൽ ഭാരതീയ ന്യായ സംഹിത BNS സെക്ഷൻ 78 സ്റ്റോക്കിംഗ് പിന്നെ പാടില്ല. അത് സ്ത്രീയെ സ്റ്റോക്ക് ചെയ്താൽ എത്ര ഇംപ്രിസൺമെന്റും ഒക്കെ എല്ലാം ഉണ്ട്. 3 കൊല്ലം തടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. BNS സെക്ഷൻ 63 റേപ്പിനെതിരെയുള്ള ശിക്ഷകളുണ്ട്. പുരുഷൻ എന്ത് ചെയ്താലും പണിഷ്മെന്റ് ഉണ്ട്, പണിഷ് ചെയ്യപ്പെടണം. പുരുഷൻ സെക്ച്വലി പ്രൊവോക്കേറ്റീവ് ആയാലും എന്തെങ്കിലും ഹരാസ് ചെയ്താൽ പുരുഷൻ ശിക്ഷിക്കപ്പെടണം. അവൻ തന്നെയാണ് ഒന്നാം പ്രതി, ഒരു സംശയവുമില്ല. പക്ഷേ എന്തായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ സങ്കടമാണ് തോന്നുന്നത്. വസ്ത്രം മാന്യമായിട്ട് ധരിക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങളെ ഇഷ്ടം, ഞങ്ങൾ തോന്നിയ പോലെ ധരിക്കും എന്ന് പറയാം. ഓക്കെ, അവരുടെ ഇഷ്ടം തന്നെയാണ്. പക്ഷേ ബാക്കിയുടെ കേൾക്കാം. മറ്റേ ഭാഗത്ത് അഥവാ മറ്റു ഭാഗത്തും ഒരു നിയന്ത്രണം. ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കണം. അവിടെ ആദ്യം സൂചിപ്പിച്ച ആ അപമാനിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ഒരു സംശയമില്ല. അതിനെതിരാണ് നമ്മളെല്ലാം. നമ്മളിവിടെ പറയുന്നത് എന്താണ്? നമ്മളിവിടെ പറയുന്നത് പാട്രിയാർക്കി നിങ്ങളെ മിസ്യൂസ് ചെയ്യുന്നതാണ്. നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. സ്ത്രീക്ക് അവളുടെ ശരീരം, അവളുടെ സൗന്ദര്യം എങ്ങനെ സംരക്ഷിക്കണം, എങ്ങനെ വസ്ത്രം ധരിക്കണം, ഇതെല്ലാം അവർക്കൊരു മാനദണ്ഡം ഉണ്ട്. അത് ഓക്കെയാണ്. എനിക്ക് എന്റെ തീർച്ചയായിട്ടും പുരുഷന്മാരല്ലേ നമ്മോട് കൂടെ ഉള്ളത്. അപ്പൊ പിന്നെ പുരുഷന്മാർ അതിന് വിലയിടില്ലേ? തീർച്ചയായിട്ടും വിലയിടണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ സംസ്കാരം തീർച്ചയായിട്ടും പുരുഷന് സ്ത്രീയും ഉണ്ടെങ്കിലേ ജീവിതമുള്ളൂ. പുരുഷന് സ്ത്രീക്ക് മാത്രം ജീവിക്കാൻ പറ്റില്ല, സ്ത്രീ മാത്രം വിചാരിച്ചാൽ ജീവിക്കാൻ പറ്റില്ല. അല്ല, നിങ്ങളൊക്കെ
അപ്പൊ ഈ പുരുഷന്മാരുടെ ഡ്രസ്സിന് സ്ത്രീകൾക്ക് വില ഇട്ടൂടെ? ഇവരൊക്കെ ജനിക്കാൻ കാരണം പുരുഷനല്ലേ? അപ്പൊ സ്ത്രീ എന്ത് കാരണല്ലേ? ഒരു പുരുഷൻ മാത്രമായതുകൊണ്ടാണ് ഒരു കുട്ടി ഇവിടെ ജനിക്കുന്നത്? അല്ല, സ്ത്രീയും കാരണം രണ്ടുപേർക്കും ഇക്വാലിറ്റി സ്ത്രീയും കൂടിയാണ്. അപ്പൊ പുരുഷനിൽ ഇടപെടാൻ പാടില്ല എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? അതുകൊണ്ട് പുരുഷൻ ഇടപെടാൻ പാടില്ല എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? പുരുഷനും ഇടപെടണം. പുരുഷൻ ഇടപെട്ടേ പറ്റൂ. കാരണം എനിക്കൊരു കുട്ടിയുണ്ട്, ആ കുട്ടി ബിക്കിനി ഇട്ടോണ്ട് സ്കൂളിൽ പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ പറയും മോനെ അത് പാടില്ല. അതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ഞങ്ങളെ പോലുള്ള സമൂഹത്തിന് കണ്ടിരിക്കാൻ പറ്റില്ല. ഞങ്ങള് പ്രതികരിക്കും, ശക്തമായിട്ട് പ്രതികരിക്കും. നല്ല ഡ്രസ് ധരിച്ചാൽ ഭരണഘടന നമുക്ക് പറഞ്ഞിട്ടുണ്ട്. സാറ് പറഞ്ഞു ഡ്രസ്സുകൾ വീട്ടിൽ ചെന്നിട്ടാൽ മതി. ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടില്ല ഇങ്ങനത്തെ ഡ്രസ്സുകൾ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടില്ല. ഭരണഘടനയിൽ നമുക്ക് എന്ത് ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ അവകാശമാണ് ഞങ്ങളുടെ മുന്നിൽ വന്നാൽ മാം പറഞ്ഞു കുഞ്ഞിന് സ്കൂളിൽ പോകാൻ പറ്റില്ലെന്ന്. ഈ സ്കൂളുകൾ ആരാധനകൾക്ക് അവർക്കൊരു പൊതു ചട്ടമുണ്ട്. അങ്ങനത്തെ ഡ്രസ് കോഡ് ഇടാൻ പാടുള്ളൂ. പൊതുനിരത്ത് അങ്ങനെ ഒരു ചട്ടം ആരും വെച്ചിട്ടില്ല. അതുള്ളിടത്തോളം കാലം ഇഷ്ടമുള്ള ഡ്രസ് ഏതൊരു പൊതുവിടത്തിൽ ചട്ടമുണ്ട്. പൊതുവിടത്തിൽ ചട്ടമില്ലെന്ന് പറയാൻ പറ്റില്ല. പൊതുവിടത്തിൽ ചട്ടമുണ്ട്. നിയമമാണുള്ളത്. ഡ്രസ്സിനെ കുറിച്ച്, ഡ്രസ് ധരിക്കുന്നതിനെ കുറിച്ച് എന്ത് പൊതുവിടം എന്ന് പറയുന്ന പൊതു സമൂഹമാണ്. ആ സമൂഹത്തിന് തൃപ്തിയുള്ളതുപോലെ നിങ്ങൾ ഡ്രസ് ചെയ്യാൻ പറ്റില്ല. സമൂഹത്തിന് പരിമിതിയുണ്ട്. ഈ ഹനാനെ ചൂണ്ടി തന്നെ ഈ ഹനാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടിയായിരിക്കും മുതലേ അറിയാം. ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല കുട്ടിയായിരുന്നു, മീൻ വിട്ട് കടന്ന കുട്ടിയായിരുന്നു. സ്നേഹവും സമാധാനവും സ്നേഹവും കുട്ടി വളരും തോറും കുട്ടിയുടെ ശരീരത്തിലെ തുണി കുറഞ്ഞു കുറഞ്ഞു വരിക. അപകടം തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ എന്നെ പോലുള്ള ഒരു വ്യക്തി അതിനെ അംഗീകരിച്ചു തരില്ല. സോഷ്യൽ മീഡിയയിൽ എന്താ കാണിച്ചെടുക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ ബിക്കിനി ഇട്ടിട്ടോ മാന്യമല്ലാത്ത വസ്ത്രം ധരിച്ചോട്ടുണ്ടെങ്കിൽ സംസാരിക്കൂ. എന്ത് മാന്യമാണ് താങ്കൾ കണ്ടത്? പണ്ടത്തെ സ്ത്രീകൾ മാറുമറക്കാതെ നടന്നിരുന്നു. അതിൽ നിന്നൊരു മാറ്റം വന്നാണ് ഒരു മുണ്ടും ബ്ലൗസുമായി ഒരു നേരിയതായി. ആണുങ്ങൾ ഒരു തോർത്തു മാത്രം ഉടുത്തോണ്ട് നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് എന്തുകൊണ്ടായിരുന്നു അത് സംഭവിച്ചത്? അന്നും വസ്ത്രം ഇല്ലായിരുന്നു. മാറുമറയ്ക്കൽ സമരം നടത്തി അങ്ങനെ മാറുമറയ്ക്കാനുള്ള അവസരം കിട്ടിയിട്ട് നിങ്ങൾ മാറുമറയ്ക്കുന്നുണ്ടോ? നിങ്ങൾ എന്നിട്ട് ഇപ്പൊ നേരെ തിരിഞ്ഞില്ലേ? ഇപ്പൊ മാറുമറയ്ക്കൽ സമരം ഒന്നുകൂടി നടത്തേണ്ടി വരും. ഓക്കെ, ഈ പോയിന്റ് ക്ലിയർ അല്ലേ? മാറുമറക്കാൻ അവസരം കിട്ടിയിട്ട് നിങ്ങൾ മറക്കുന്നുണ്ടോ? ഓക്കെ, ബാക്കിയോട് കാണാം. ഒരു വിഷയം വരുമ്പോ ഞാനാണ് ആദ്യം ചാടി വീണ് ഇവിടെ എല്ലാവരും പിച്ച് ചെയ്യുന്നുണ്ട്. കാരണം അത്രത്തോളം ഫ്രസ്ട്രേഷൻ ഉള്ള വ്യക്തിയാണ്. അത് ഒന്നാമത്തെ കാര്യം. മാം പറഞ്ഞ പോലെ മാം ഇവിടെ സാരി ഉടുത്ത് നല്ല ഭാരതീയ സംസ്കാര പ്രകാരം വന്നിരിക്കുന്ന വളരെ മാന്യമായിട്ടൊരു യുവതിയാണ്, അല്ലെങ്കിൽ ഒരു വനിതയാണ്. മാഡം, മാമിന്റെ സംസാരം കൊണ്ട് ഇപ്പൊ ഇവിടെ ഒരു വോട്ട് എടുത്തു കഴിഞ്ഞാൽ മാമിന്റെ നിലവാരം ഇടിഞ്ഞു. എന്തുകൊണ്ട്? മാം സംസാരിക്കട്ടെ. കാരണം സംസാരിച്ചപ്പോൾ ഞാൻ കേട്ടുകൊണ്ടിരുന്ന വ്യക്തിയാണ്. എനിക്ക് സമയമുണ്ട്. ഓക്കെ, മാം പറഞ്ഞ എന്താണ്? വസ്ത്രം ഉപയോഗിക്കുന്നു, ധരിക്കുന്നു. അത് ആരുടെ ഇഷ്ടപ്രകാരം? പുരുഷന്റെ ഇഷ്ടപ്രകാരം കൂടി ആണെങ്കിൽ നന്നായിരിക്കും. മാം ഒറ്റയ്ക്ക് ജീവിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഏത് പുരുഷന്റെ അനുവാദം ചോദിക്കണ്ടേ? എന്റെ കാശിന് ഞാൻ കൊടുത്തു വാങ്ങുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് വസ്ത്ര സ്വാതന്ത്ര്യം, ബാക്കിയുള്ള മൗലികാവകാശങ്ങളൊക്കെ ഉണ്ട്, സമ്മതിച്ചു. സാരി വിൽക്കുന്ന പോലെ തന്നെയാണ് ഹനാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സും ക്രോപ്പ് ടോപ്പും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കടകളിൽ വിൽക്കുന്നത്. നിയമപ്രകാരം ഉപയോഗിക്കാൻ പാടില്ലാത്ത വസ്ത്രം കടകളിൽ വിൽക്കാൻ പാടില്ലല്ലോ. അവിടെ വിൽക്കുന്നത് കൊണ്ടാണല്ലോ നമ്മൾ നമ്മുടെ അധ്വാനിച്ച കാശ് കൊടുത്ത് വാങ്ങുന്നത്. അപ്പൊ കാശ് കൊടുത്ത് വാങ്ങുന്ന എനിക്ക് അത് ഉപയോഗിക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ അടുത്ത കാര്യം പറഞ്ഞ പോലെ സ്കൂളുകളിലെ കാര്യം പറഞ്ഞു. ഒരു വാക്യം വെച്ചോട്ടെ. മാം എന്തുകൊണ്ട് ഫ്രണ്ടെല്ലാം മറച്ചു വന്നിരിക്കുന്നു ഇവിടെ? അത് എന്റെ സ്വാതന്ത്ര്യം മാം. സംസ്കാരം. ഞാനിപ്പോ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയ എന്റെ ഡ്രസ്സ് പറയാം. അപ്പൊ മാം എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? എന്റെ കാലിന്റെ ഇത്രയും ഭാഗം കാണുന്നു, എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? ഒരാൾക്ക്
കണ്ടില്ല. സ്വാതന്ത്ര്യം ഉണ്ട് വസ്ത്രം ധരിക്കാനെന്നുള്ളതല്ലേ? അത് തീർച്ചയായും സ്വാതന്ത്ര്യം അവർക്കുണ്ട്. വസ്ത്ര സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമല്ല പറയണത്, നമുക്ക് കുറച്ച് സാമൂഹിക ബോധത്തിനെ പറ്റിയാണ് ഇവിടെ പറയണത്. അമ്പലത്തിൽ പോകുമ്പോ ഒരു മുണ്ടും നേരിട്ട് കൊടുക്കുന്ന പോലെ തന്നെ ഒരു പാർട്ടിക്ക് പോകുമ്പോ അത് കൊടുത്തോണ്ട് പോകുന്നതിലല്ല വിവരം ഇരിക്കുന്നത്. ഉപയോഗിക്കാൻ പഠിക്കണം. അടുത്തത് ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഹനാൻ ഡ്രസ്സ്, അതേപോലെ തന്നെ നേരത്തെ ഹനാൻ പറഞ്ഞ പോലെ തന്നെ പുതിയ കാലത്ത് അത് വണ്ടി പിടിച്ചു വന്നാൽ പുതിയ കാലത്ത് ധരിക്കുന്ന ഡ്രസ്സ്, ഈ ഒരു നറേറ്റീവില്ലേ അവിടെ നമ്മൾ ഫസ്റ്റ് ഓൺ ചെയ്ത് ഈ നറേറ്റീവ് ഉണ്ടാക്കുന്നത് ആരാണെന്നുള്ളതാണ്. അവിടെ ആക്ച്വലി നിങ്ങളെ ചോയ്സ് ആണെന്ന് വിചാരിക്കുന്നിടത്ത് അവിടെ തെറ്റുന്നു, അബദ്ധം പറ്റുന്നു. ആക്ച്വലി പുരുഷൻ നിങ്ങളെ കൊണ്ട് തെരഞ്ഞെടുപ്പിക്കുകയാണ് എന്ന് ചരിത്രം നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് മുമ്പ് പഠനങ്ങൾ കാണാൻ പറ്റും. ഇപ്പൊ നേരത്തെ പറഞ്ഞ മാറുമറക്കൽ സമരം അടക്കം, അഥവാ സ്ത്രീയെ കൊണ്ട് നിർബന്ധിച്ച് തുടപ്പിച്ചിരുന്നു പുരുഷൻ. ഇപ്പൊ പുതിയ സ്റ്റഡീസ് എടുത്ത് നോക്കിയാലും പുരുഷനെ സംബന്ധിച്ച് പുരുഷന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള എന്താണ്? സ്ത്രീയുടെ ന്യൂഡിറ്റി കാണൽ, അല്ലെങ്കിൽ സ്ത്രീയെ സംബന്ധിച്ച് സ്ത്രീ എക്സ്പോസിംഗ് ആയിട്ടുള്ള വസ്ത്രം ധരിക്കൽ, ഐ ട്രാക്കിംഗ് സ്റ്റഡീസ് എടുക്കാം സൈക്കോളജിയിൽ, അതേപോലെ തന്നെ പുരുഷന്റെ സെക്ഷൽ ബിഹേവിയർ എടുക്കാം. ഇവിടെ എല്ലാം കാണാൻ കഴിയുന്നത് പറഞ്ഞാൽ പുരുഷനെ സംബന്ധിച്ച് സ്ത്രീയുടെ സൗന്ദര്യം കാണണം. അതിനുവേണ്ടി മുന്നേ അവൻ ഫോഴ്സ് ചെയ്യിപ്പിച്ചിരുന്നു, നിർബന്ധിച്ചിരുന്നു. അങ്ങനെ ചെയ്യാതിരുന്നാൽ പ്രശ്നമാണെന്ന് പറഞ്ഞു. എന്നാൽ പുതിയ കാലത്ത് അവളെ അങ്ങനെ നിർബന്ധിക്കാൻ പറ്റാത്തതുകൊണ്ട് അവളെ കൊണ്ട് ട്രെൻഡിന്റെ പേരിൽ, അല്ലെങ്കിൽ പുതിയ കാലത്ത് ഇങ്ങനെയാവണം, കോൺഫിഡന്റ് ആവണമെങ്കിൽ ഇങ്ങനെ ആവണം, വാല്യൂ കിട്ടണമെങ്കിൽ ഇങ്ങനെ ആവണം എന്ന് മാനിപ്പുലേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ധരിപ്പിക്കുന്നു. അതാണ് ഓപ്പറേഷൻ ആയിട്ട് ഈ ഒരു കാലത്ത് സത്യത്തിൽ നമുക്ക് നമ്മളുടെ ഇത്രയും പേർക്ക് അപ്പുറം, ഈ കേരളത്തിൽ കുറച്ചു പേർ കാണുന്നതിനപ്പുറം ഈ ലോകം ഈ ചർച്ച കാണാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹിക്കാം. കാരണം അത്രയും വിയേർഡായിട്ട് സ്ത്രീകളുടെ ഡ്രസ്സിംഗ് സെൻസിനെ കുറിച്ച്, വസ്ത്രധാരണത്തെ കുറിച്ച് ഒരു ചർച്ച വരിക, അതും കേരളത്തിൽ, പ്രബുദ്ധ കേരളത്തിൽ, ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനത്തിൽ, എല്ലാ തരത്തിലും മുൻപന്തിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിൽ ഇവിടെ ഇങ്ങനെ വരിക. ഈ ഇരിക്കുന്ന രണ്ടുപേർ തന്നെ എത്ര മനോഹരമായിട്ടാണ് പുരുഷാധിപത്യം, ഞങ്ങൾ പാട്രിയാർക്കിക്കെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഞങ്ങൾ പുരുഷന്മാരാണ്, ഞങ്ങൾ പാട്രിയാർക്കിക്കെതിരാണ്, പക്ഷെ ഞങ്ങൾ കംപ്ലീറ്റ് പുരുഷനെ കുറ്റം പറയും, എന്നിട്ട് നിങ്ങൾ പുരുഷന്റെ അടിമയാണ്, നിങ്ങളത് അറിയുന്നില്ല പക്ഷെ ഞങ്ങൾ അത് അറിയുന്നുണ്ട് എന്ന് പറയുമ്പോൾ കോമൺ സെൻസിന് എത്രത്തോളം നിരക്കാത്ത രീതിയിലാണ് ഈ രണ്ടുപേർ ഈ ചർച്ച കൊണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞു, എനിക്ക് പറഞ്ഞത് അവസാനിപ്പിക്കണം. ഈ ഇരിക്കുന്ന മാഡം പറഞ്ഞു സംസ്കാരത്തെ കുറിച്ച്, കേരളീയ ഇന്ത്യൻ സംസ്കാരത്തെ കുറിച്ച് പറഞ്ഞാൽ സ്പിരിച്വലി, സയന്റിഫിക്കലി, ഫിലോസഫിക്കലി ഏറ്റവും വലിയ ആദർശങ്ങളും ഏറ്റവും വലിയ തത്വസംഹിതങ്ങളും ഉള്ള നാടാണ് ഈ ഭാരതം. ഈ ഭാരതത്തിന്റെ ചരിത്രം എടുത്താൽ നമ്മുടെ വിക്ടോറിയൻ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണകാലം വരുന്നത്. ആ സമയത്ത് കേരളത്തിന്റെ എല്ലാവിധമായിട്ടുള്ള എക്സിസ്റ്റിംഗ് ഡ്രസ്സിംഗ് സെൻസിനെയും ചിന്താഗതിയെയും കലയെയും വരെ സ്വാധീനിച്ചുകൊണ്ട്, മതബോധത്തെ വരെ സ്വാധീനിച്ചുകൊണ്ട്, വിക്ടോറിയൻ കാലഘട്ടത്തിലെ നിയമാവലികൾ നമ്മളെ സ്വാധീനിച്ചത് കൊണ്ടാണ് ഒരുപക്ഷെ നമ്മുടെ കലാബോധത്തെ പോലും സ്ത്രീകളുടെ ന്യൂഡിറ്റി വളരെ എക്സ്പോസ് ചെയ്യപ്പെട്ടിരുന്ന ഒരു കാലത്ത് നമ്മുടെ കലയെല്ലാം നോക്കൂ, ഖജുരാഹോയിൽ നോക്കൂ, നമ്മുടെ അജന്ത എലോറ കേവ്സിൽ നോക്കൂ, നമ്മുടെ സാഞ്ചി സ്തൂപത്തിൽ നോക്കൂ, എല്ലായിടത്തും കാണാൻ സാധിക്കുന്ന സ്ത്രീ ചരിത്രത്തെയാണ്. ഹനാന്റെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ഹനാൻ അങ്ങനെ ഭാരത സംസ്കാരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹനാൻ ഏറ്റവും മാന്യമായ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ ഭാരതത്തിലെ സംസ്കാരം അനുസരിച്ച് സ്ത്രീകൾ ധരിച്ചിരുന്ന കംപ്ലീറ്റ്ലി ബോഡി ഉണ്ടായിരുന്നു. ആ ബോഡി അപേക്ഷിച്ച് ഇങ്ങനെയാണ്. ഇനി നമ്മുടെ അതേ ഭാരതത്തിൽ മാഡം സംസ്കാരത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഈ നാട്ടിൽ തന്നെയാണ് വത്സായനൻ എഴുതിയ ഒരു കൃതി ഉണ്ടായിരുന്നതും ആ ഭാരതത്തിലാണ്. മാഡം പറയുന്ന സംസ്കാരമുള്ള ഭാരതത്തിലാണ്. അങ്ങനെ എഴുതിയാൽ ഈ മാഡം അല്ല, ഒരു കാര്യം പറയാം, ഹനാന്റെ ഈ ഡ്രസ്സിനെ അല്ല പറഞ്ഞത്. ഹനാൻ നിലവിൽ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോത്തിനെ കുറിച്ചിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. ബാക്കിയുടെ കേട്ടോക്കാം. ഇറങ്ങും അതിനെതിരായിട്ട്. അപ്പൊ നമ്മുടെ ഈ ബ്ലൗസും സാരിയും ആർക്കാണ് സാർ ബ്ലൗസും സാരി ഉണ്ടായിരുന്നത്? ഏത് കാലത്താണ്? ഞാനൊരു സ്ത്രീയല്ലേ, പക്ഷെ ഞാൻ പുരുഷന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കട്ടെ. ഏതൊരു പുരുഷനും സ്ത്രീയുടെ ലൈംഗികത കാണാൻ ഇഷ്ടമാണ്. ആറും ഒക്കെ മുക്കാലിലേക്ക് നടക്കുക. സ്ത്രീകൾ എങ്ങനെയാ സാരി ഉടുക്കുന്ന ഇപ്പൊ പെർസെന്റേജ് എന്ന് പറയും ഞങ്ങള്. അതായത് ഒരെണ്ണം പുറത്ത് കാണിക്കാം, ഒരെണ്ണം പുറത്തായിരിക്കും, ഒരെണ്ണം അകത്തുണ്ടാവുള്ളൂ. സാരി ഭംഗിയായിട്ട് സാരി ഉടുക്കും, പക്ഷെ ഒന്ന് പുറത്തായിരിക്കും. അതുപോലെ ഞാനൊന്ന് പറയട്ടെ. അപ്പൊ അങ്ങനെ നടക്കുന്നവരുണ്ട്. സാരി പണ്ടൊക്കെ ജയഭാരതിയെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. പൊക്കിളിന് താഴെ വെച്ച് സാരി ഉടുത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതായത് ആ സാരി വിട്ടു പോകുമെന്ന് തോന്നുമായിരുന്നു. പക്ഷെ അന്ന് അത് ആസ്വദിച്ചിരുന്നു. പക്ഷെ ആ ജനറേഷന്റെ അത് സിനിമയാണ്. ഞാനിപ്പോ ഞാൻ ഈ ഒരു അമ്മയുടെ വാക്ക് കേട്ടിട്ട് തന്നെയാണ് ഈ സംസാരിക്കുന്നത്. ഒരു സ്ത്രീ തന്നെ എങ്ങനെയാണ് ഇത്രയും വികൃതമായിട്ട് മറ്റ് സ്ത്രീകളെ ഇങ്ങനെ അപമാനിക്കുന്നത്? ഞാനിപ്പോ ഈ ഒരു പ്രോഗ്രാമിന് വരുമ്പോൾ ഈ കുട്ടി ധരിച്ചതുപോലെ ഒരു സ്ലീവ്ലെസ് ബ്ലൗസ് ഇട്ടിട്ടാണ് വന്നത് എന്ന് വിചാരിക്കൂ. കാരണം ഞാനും അതുപോലെയുള്ള വസ്ത്രങ്ങളൊക്കെ വേറെ ഒരാള് തന്നെയാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ ടീമായേനെ.
മനസ്സിലായില്ലേ? ഈ ഒരു അറ്റാക്ക് മുഴുവൻ എനിക്ക് വന്നേനെ. പിന്നെ പേട്രിയാർക്കി അതുപോലെ തന്നെ നമ്മൾ ഓപ്പറേഷൻ എന്ന് പറഞ്ഞത് ഈ രണ്ട് സുഹൃത്തുക്കളെ മെൻഷൻ ചെയ്തല്ല ഞാൻ സംസാരിച്ചതാ. നമ്മൾ ഈ എന്താ പറയാ പുരുഷാവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഈ കോട്ടും സൂട്ടും ഇട്ട് വന്നിരിക്കുന്ന ഈ സാറിനെ ഉദ്ദേശിച്ചാണ് ഞാൻ സംസാരിച്ചത്. കാരണം ഇവിടെ വരുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും സംസാരിക്കാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടാവും. പക്ഷെ ആദ്യം തന്നെ നമ്മൾ കേൾക്കുന്നത് ഭീകരമായിട്ട് ഒരു പെൺകുട്ടിക്ക് നേരെ ഓപ്പറേഷനാണ്. അപ്പൊ ആ ഓപ്പറേഷനാണ് നമുക്ക് ട്രിഗർ ആവുന്നത്. എങ്ങനെയാണ് ഓക്കെ ഇത് നമുക്ക് ദഹിക്കുന്നില്ല മോളെ ഇങ്ങനെയല്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെയുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പരാമർശിക്കാം. പേരെടുത്ത് നീ ഇന്നത് ധരിച്ചത് കൊണ്ട് നീ ഇന്ന രീതിക്ക് മോശമാണ് എന്ന് ചിത്രീകരിക്കുന്ന തരത്തിൽ നികൃഷ്ടമായ രീതിയിലാണ് അയാൾ മറുപടി തെറ്റായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ നമ്മൾ എത്ര വർഷമായിട്ട് കാണുന്നതാണ് സോഷ്യൽ മീഡിയയിൽ കൂടി. ഇപ്പോഴും കാണുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അജിത് കുമാർ സംസാരിക്കുന്നു. നേരത്തെ പറഞ്ഞില്ലേ 13 വയസ്സ് കുട്ടിയെ പീഡിപ്പിക്കുന്ന കാര്യം. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോ പത്തനംതിട്ട ജില്ലയില് ഒരു 13 വയസ്സുകാരി 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി 10 പേർക്കെതിരെയാണ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് എത്ര പേരാ പോലീസ് സ്റ്റേഷനിൽ പോയി ഇടിയുണ്ടെന്ന് അറിയോ? അതും ഹാർട്ട് പേഷ്യന്റ് ആയിട്ടുള്ള ആൾ. ഇനി അടുത്ത് ഷിംജിത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഒരു യുവതി ബസ്സിൽ കയറിയിട്ട് എന്ത് തോന്നിവാസം കാണിച്ച ഒരാളുടെ ജീവനാ എടുത്തത്. ഒരു ക്യാമറയും ഒരു സാധനം കൊണ്ടുവച്ചിട്ട് അവിടെ കിടന്ന് പല പൊസിഷനിൽ അയാളുടെ ബാക്കും ഫ്രണ്ടും ചരിഞ്ഞും തിരിഞ്ഞു നിന്ന് തട്ടിയും മുട്ടിയും പലതും എടുത്ത് വേല കാണിച്ചിട്ട് സോഷ്യൽ മീഡിയ ഇട്ടു. അയാൾ മരിച്ചു. അതറിയോ? ഇങ്ങനെ എത്ര പുരുഷന്മാരെ മരിക്കുന്നത്? നമ്മുടെ ചോയ്സ് ആയതുകൊണ്ട് മാത്രമേ. അല്ല, ഈ ഇങ്ങനെയുള്ള ഈ ലൈംഗികത എന്ന് പറഞ്ഞാൽ കാണുന്നവന്റെ കണ്ണിലാണെന്ന് ആൾക്കാർക്ക് അഭിപ്രായമുണ്ട്. അത് രണ്ട് രൂപത്തിലുണ്ട് സാർ. ഒരാൾക്ക് സെക്ച്വൽ അറൗസൽ തോന്നിയാലും സെക്ച്വൽ ഡിസയർ തോന്നണമെന്നില്ല. കാരണം നമ്മുടെ ബ്രെയിനിന്റെ ഫ്രണ്ടൽ ബ്രെയിൻ കൊണ്ട് നമുക്കത് ബ്രേക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് തടയാൻ പറ്റും. പക്ഷെ തടയാൻ പറ്റാത്ത ആളുകളുണ്ടാവും. ഇതിൽ ഏതാളാണ് ഏതാളാണ് തടയാത്തത് നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റില്ല. അപ്പൊ പുരുഷനെതിരെ നിയമങ്ങൾ ഉണ്ടെങ്കിൽ സ്ത്രീന്റെ ഭാഗത്തുനിന്ന് ഒരു നിയന്ത്രണം ആവശ്യമാണ്. ചോയ്സ് ആയതുകൊണ്ട് നിയന്ത്രണം ഇല്ല പറഞ്ഞ അർത്ഥമല്ല. എനിക്ക് ഒരു മിനിറ്റ് സാർ ഒരു മിനിറ്റ്. എനിക്ക് രാത്രി 10 മണിക്ക് ശേഷം എനിക്ക് ലൗഡ് സ്പീക്കറിൽ പാട്ട് പാടണം വെച്ചാൽ എന്റെ ചോയ്സ് ആണ്, എന്റെ ആഗ്രഹമാണ്. പക്ഷെ നിയമം അത് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, എനിക്കത് പറ്റൂല. അപ്പൊ എന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു റെഗുലേഷൻ ജനാധിപത്യ രാജ്യമല്ലേ ഡ്രസ് ഇടുന്നതിനുള്ള അവകാശം. പറഞ്ഞോട്ടെ, അത് ഞാനിതൊന്ന് പറയട്ടെ. പുരുഷന്മാര് സ്ത്രീകളുടെ ശരീരം കണ്ട് വളരെയേറെ ആസ്വദിക്കുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയില്ല. പക്ഷെ അവര് വൾഗറായിട്ട് ഡ്രസ് ധരിക്കുന്ന പെൺകുട്ടികളെ നിങ്ങളെ അല്ല ഈ അമ്മൂമ്മ പറയുന്നത് 100% ശരിയാണ്. അവിടെ ഉള്ളവരൊക്കെ അമ്മൂമ്മയെ പഞ്ഞിക്കിടുന്നുണ്ട്. പാവ അമ്മൂമ്മ പറയുന്നത് ഇത്തിരി നല്ല ഡ്രസ്സ് ധരിക്കും മക്കളെ എന്നാണ്. ഓക്കെ, ബാക്കിയുടെ കാണാം. ക്ഷേത്ര ദർശനം നടത്തുന്ന ഒരു മാം ആയിരിക്കണമല്ലോ, അവരൊരു ക്ഷേത്ര ദർശനം നടത്തുന്ന ഒരു വ്യക്തി ആയിരിക്കണമല്ലോ എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ തന്നെ ചില അമ്പലങ്ങളിലെ വിഗ്രഹത്തിന്റെ, അതായത് ദേവി വിഗ്രഹത്തിന്റെ രൂപം കണ്ടിട്ടുണ്ടാവും. ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം വ്യക്തമായിട്ട് കൊത്തി വെച്ചിട്ടുള്ളതാണ്. അവിടെ മാമിന് വൾഗാരിറ്റി ആണോ അതോ ആരാധനയാണോ തോന്നുന്നത്? ഓരോ വ്യക്തിക്കും അവനവൻ ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാം. എനിക്ക് ഈ ഡ്രസ്സ് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഡ്രസ്സ് ധരിക്കണേ. ഞാൻ ഈ ഒരെണ്ണത്തിനല്ലല്ലോ വന്നേക്കണം, പലതിനും വന്നിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഇനി ശ്രദ്ധിച്ചോളൂ. ഞാൻ വളരെ മാന്യമായിട്ട് ഡ്രസ്സ് ധരിക്കുന്നത്. എന്റെ പക്ഷത്ത് ഞാൻ വളരെ മാന്യമാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ സീറ്റിൽ ഇരിക്കുന്നവരാരും മാന്യത കുറഞ്ഞ ഡ്രസ്സ് ധരിക്കുന്നുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മളെ സോഷ്യൽ ജീവിതത്തിൽ ഇങ്ങനെ ഡ്രസ്സ് ധരിച്ച് നടന്നാൽ പുരുഷന്മാർ നന്നായിട്ട്, ഞാൻ മുഴുവനാക്കുന്നത് വരെ നിൽക്കണം. പുരുഷന്മാർ നന്നായിട്ട് പറയുന്നത് ആദ്യം ശ്രദ്ധിച്ചു. നോക്കും, ആസ്വദിക്കും. പക്ഷെ ഇവിടെ ഇരിക്കുന്ന പുരുഷ ചെറുപ്പക്കാര് നിങ്ങളെ നോക്കുന്നതിനേക്കാളും കൂടുതൽ നോക്കുന്ന ഹനാനെ ആയിരിക്കും. ശ്രീകണ്ഠൻ നായർ പറയുന്നത് വെരി ഇൻട്രസ്റ്റിംഗ്, വളരെ രസകരമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ബാക്കിയുടെ കണ്ടോക്കാം. ഹനാന്റെ ഡ്രസ്സിന് വേണ്ടിയുള്ള ചർച്ച അല്ലല്ലോ, ചർച്ചാ വിഷയം. അല്ലെങ്കിൽ ഈ ചർച്ച ഹനാനിലേക്ക് പോകുന്നത് അത് ഹനാന്റെ പ്രശ്നമല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. എന്റെ ഒരു സംശയം, മാം ഉദ്ദേശിക്കുന്നത് ഹനാനെ നോക്കാതെ മാമിനെ പോലുള്ളവർ നോക്കണം, അപ്പൊ ഇതുപോലത്തെ വസ്ത്രം ധരിക്കണം എന്നാണോ ഉദ്ദേശിക്കുന്നത് എന്നാണ് എന്റെ ഒരു സംശയം. പറഞ്ഞു തീർന്നില്ലല്ലോ.
ചർച്ച കടന്നു പോകുന്നത് ഒരു മിനിറ്റ് ഒരു സോഷ്യൽ ചർച്ച പോകുന്നത് എങ്ങനെയാന്ന് മനസ്സിലാക്കണം. സാറ് ആങ്കർ അല്ലേ? ഞാൻ ആങ്കറാന്നാ പറയുന്നത്. ഈ ചർച്ച ഇങ്ങനെ ഏതെങ്കിലും ഒന്നോ രണ്ടോ പേരിലേക്കും അല്ലെങ്കിൽ ദേവീക്ഷേത്രത്തിൽ ചെല്ലുമ്പോ ദേവിയുടെ വിഗ്രഹം അവിടെ ഇരിപ്പുണ്ട്. അതൊന്നും അല്ലല്ലോ. ഞാൻ പറഞ്ഞിട്ട് കേക്കണ്ടേ? പൊതു ഇടങ്ങളിൽ വേണ്ടയോ എന്നുള്ളതാണല്ലോ. ഡ്രസ് കോഡ് ആവശ്യമാണോ? അതിന് പരിധി വേണോ? പൊതു ഇടങ്ങളിൽ അതാണ് ചോദ്യം. അതാണ് കറക്റ്റ് ചോദ്യം അതാ. ഒരു സോഷ്യൽ എക്സ്പെരിമെന്റ് ഇനി സബ്ജക്റ്റ് വിട്ടുപോകും. മാഡം പറഞ്ഞു കേട്ടല്ലോ. ഇത് പറഞ്ഞു എന്നെ അപമാനിച്ചു. റെഡി. ഒരു സോഷ്യൽ എക്സ്പെരിമെന്റ് യുഎസിൽ നടന്ന ഒരു സോഷ്യൽ എക്സ്പെരിമെന്റ് ആണ്. നമ്മൾ പുരുഷന്മാരും സ്ത്രീകളൊക്കെ വസ്ത്രം ധരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് സ്ത്രീ ധരിക്കുന്ന വസ്ത്രത്തിൽ എമൗണ്ട് ഓഫ് സ്കിൻ കൂടുതലായിട്ട് എക്സ്പോസ് ചെയ്യപ്പെടുന്നത്? അത് സ്ത്രീകൾ നല്ല സ്കിൻ ആയതുകൊണ്ടല്ല, അത് പുരുഷന്റെ മേലെ സ്ത്രീകളുടെ മേലെ ഒരു പാട്രിയാർക്കിയൽ ആയിട്ടുള്ള ഒരു ഒപ്രഷൻ ഉണ്ട്. കാരണം അവൾ പ്രഷറൈസ്ഡ് ആണ്. അതായത് ഒരു സ്ത്രീ ചിന്തിക്കുന്ന അവളുടെ വാല്യൂ ഒരു മിനിറ്റ് അവളുടെ വാല്യൂ എന്നുള്ളത് അവളുടെ സെക്സ് അപ്പീൽ ആണ് എന്നുള്ളത് സ്ത്രീകളെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അവർക്ക് പുറത്തിറങ്ങുമ്പോൾ ഒരു പെർട്ടിക്കുലർ സോഷ്യൽ സ്റ്റാൻഡേർഡിൽ സ്ത്രീയുടെ ഞാൻ പറഞ്ഞല്ല, അമേരിക്കൻ സൈക്കോളജി അസോസിയേഷന്റെ പഠനം 2007 പുറത്തിറങ്ങിയ റിപ്പോർട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു പെണ്ണിന്റെ ഇത് മാത്രമല്ല, പെൺകുട്ടികളെ വളർന്നു വരുന്ന പെൺകുട്ടികളെ ഈ വസ്ത്രധാരണ അവരെ സെൽഫ് സെക്ഷലൈസ് ചെയ്യുന്നുണ്ട്. അവരും കൂടുതലായിട്ട് എമൗണ്ട് ഓഫ് സ്കിൻ എക്സ്പോസ് ചെയ്യാണ്. എന്തിനാണ് സ്ത്രീകൾ കൂടുതൽ എമൗണ്ട് ഓഫ് സ്കിൻ എക്സ്പോസ് ചെയ്യുന്നത്? പുരുഷനില്ലാതെ അല്ല, ഒരാൾ മാത്രല്ല ഈ രണ്ടുപേരും വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. സ്ത്രീകൾ എംപവേർഡ് ആവണമെന്ന് ആഗ്രഹിക്കുകയും എന്നാൽ എംപവേർഡ് ആയിട്ടുള്ള സ്ത്രീകളാണ് എന്ന് ഈ ഈ മോഡേൺ ആയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഡ്രസ് ചെയ്യുന്നവരെ കാണുമ്പോൾ ഇവർ എംപവേർഡ് ആണെന്നും അവരെ ഉൾക്കൊള്ളാൻ ഭയപ്പെടണ്ട. എംപവേർഡ് ആയിട്ടുള്ള സ്ത്രീകളെ കാണുമ്പോൾ ഭയപ്പെടരുത്. ഒന്നാമത്തെ കാര്യം. ഇപ്പൊ അമേരിക്ക തൊട്ട് ജർമ്മനി തൊട്ട് ഫ്രാൻസ് തൊട്ട് എല്ലായിടത്തും സഞ്ചരിച്ച് കുറെ പേപ്പറുകൾ അദ്ദേഹം ഇവിടെ പറഞ്ഞു. എന്നാൽ ഇതെല്ലാം അദ്ദേഹം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ യൂറോപ്യൻ കൺട്രീസിൽ മുമ്പേ പറഞ്ഞ പോലെ ജർമ്മനി, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ കൺട്രീസിൽ ന്യൂഡ് ബീച്ചസ് ഉണ്ട്. അതെ, ന്യൂഡ് ബീച്ചസ് ഉണ്ട്. കൂടുതൽ ആസ്വദിക്കുന്നത് ആരാണ് ആസ്വദിക്കുന്നത്? ഇവിടെ സ്കാൻഡിനേവിയൻ കൺട്രീസ് പറഞ്ഞു. ബയോളജി സ്വിമ്മിംഗ് പൂളുകളുണ്ട്. ഈ സ്വിമ്മിംഗ് പൂളുകളിലൊക്കെ പോകുന്ന രീതികളും അവിടെയുള്ള നേക്കഡ് ആയിട്ട് ആൾക്കാർ സ്വിമ്മിംഗ് പൂളിൽ പോകുന്നത് കണ്ടാൽ ഇദ്ദേഹം അവിടെ ഹൃദയാഘാതം ഒന്നും അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹം അമേരിക്കയിലെ പേപ്പർ എടുക്കുമ്പോൾ അമേരിക്കയിലെ ബീച്ചുകളിലൂടെയും അമേരിക്കയിലെ കൾച്ചറിലൂടെയും അമേരിക്കയിലെ ഒരു സൊസൈറ്റിയിൽ കൂടുതൽ സെക്സ്വലി എക്സ്പോസർ ആയ അവിടെ പുരുഷന്റെ അമിഗ്ഡാല കൂളിംഗ് ഓഫ് ഡീസെൻസിറ്റൈസേഷനിലേക്ക് പോകും. അവനത് കണ്ടാൽ ഒന്നും ഫീൽ ചെയ്യൂല. പുരുഷന്റെ സെക്സ്വൽ ഹെൽത്തിനെ ബാധിക്കും. എന്താലേ ഡ്രസ് ധരിക്കും മക്കളെ എന്ന് പറയുമ്പോ ഇങ്ങനെയൊക്കെ കഷ്ടം തന്നെ. ബാക്കിയുടെ കേട്ടോക്കാം. പുരുഷന്റെ സെക്സ്വൽ ഹെൽത്തിനെ ഈ രാജ്യങ്ങളെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒറ്റ കാര്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ പ്രബുദ്ധ കേരളത്തിൽ ഈ ചർച്ച ഉണ്ടാകുന്നതിനെ പറ്റി ഭയങ്കര സങ്കടപ്പെട്ടിരുന്നു നേരത്തെ. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് ആൾക്കാർ ഭയന്ന് പറഞ്ഞിരുന്നു. ഒരിക്കലും അല്ല. നമ്മൾ ഫെമിനിസ്റ്റുകളെ നേരത്തെ പുസ്തകങ്ങൾ കോട്ട് ചെയ്യുന്നു, ആരും മറുപടി കണ്ടില്ല. ഫെമിനിസ്റ്റുകളെ നറേറ്റീവ് നോക്കുക. 2021 ടോക്കിയോ ഒളിമ്പിക്സ് എന്തിനാണ് ജർമ്മൻ ജിംനാസ്റ്റിക് ടീം എന്തുകൊണ്ട് അവരുടെ വസ്ത്രത്തിന് വേണ്ടി അവർ റിക്വസ്റ്റ് കൊടുത്തു? അവരുടെ വസ്ത്രം കുറവാണ്, റിവീലിംഗ് ആണ്, സെക്ച്വലൈസിംഗ് ആണ് എന്ന് പരാതി കൊടുത്തു. അതുപോലെ ബീച്ച് ഹാൻഡ്ബോളിന്റെ വിഷയത്തിൽ നോർവേ നാഷണൽ ടീം എന്തുകൊണ്ട് അവർ പ്രതിഷേധാത്മകമായിട്ട് അവരുടെ പരാതി അംഗീകരിക്കാതെ പ്രതിഷേധാത്മകമായി അവരുടെ വസ്ത്രം തുറക്കുന്നതിനെതിരെ സമരം ചെയ്തു. കേട്ടൂടെ? 2018 സെറീന വില്യംസ് തന്റെ മെഡിക്കൽ കാരണങ്ങൾ കൊണ്ട് മാത്രം കുറച്ചധികം നീളം കൂടിയ വസ്ത്രം ധരിച്ചതിന്റെ പേരിൽ അവർക്കെതിരെ നടപടി ഉണ്ടായി. അതാണ് പറഞ്ഞത്, വ്യക്തി സ്വാതന്ത്ര്യമാണ്. നീളം കൂടിയ വസ്ത്രം ഇടണോ കുറഞ്ഞ വസ്ത്രം ഇടണോ അത് ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതിന് സ്ത്രീ ആയാലും പുരുഷനായാലും അങ്ങനെ തന്നെയാണ്. അങ്ങനത്തെ സാറ് പറഞ്ഞു സ്വിമ്മിംഗ് ടീം ചോദിച്ചു അവർക്ക് അതിന് താല്പര്യമില്ല. അതവർക്ക് താല്പര്യമില്ല. അത് വേറൊരു സ്ത്രീക്ക് അത് ആ വസ്ത്രം അവർ പറയുന്നത് അവര് അനുവദിച്ച വസ്ത്രം ഇടാൻ താല്പര്യമുണ്ടെങ്കിൽ അത് അവരെ സ്വാതന്ത്ര്യം. താങ്കൾക്ക് ഒരു അല്പം കൂടെ ഉണ്ട്. സർ, ഇവര് പറയുന്നത് പെൺകുട്ടികൾ വെയർ ചെയ്യുന്ന റിവീലിംഗ് ആയിട്ടുള്ള ഡ്രസ് ഇവർക്ക് പ്രൊവോക്കിംഗ് ആണെന്നാണല്ലോ പറയുന്നത്. അവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അല്ല, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് മാഡം പറഞ്ഞു. സെറ്റ് ചെയ്യുന്ന അവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്യുന്ന പ്രൊവോക്കേറ്റീവ് സ്റ്റാൻഡേർഡ്. അല്ലെ അദ്ദേഹം പറഞ്ഞ മനസ്സിലായത്? അതായത് നിങ്ങൾ സെക്ഷലി എക്സ്പോസ് ചെയ്യാൻ വേണ്ടി പുരുഷന്മാർ നടന്നൊരു കോൺസ്പിറസി ആണെന്നാ.
യെസ് ഓ, അതാണ്. നൂറ്റാണ്ടുകളായി തുടരുന്ന എങ്ങനെ പറയാൻ മനസ്സ് വരുന്നത് ചേട്ടാ ഇത്? നൂറ്റാണ്ടുകളായി തുടരുന്ന ചൂഷണമാണ്. സാരി ഉടുത്താലും ഒരു പെണ്ണിന്റെ സെക്സ്വാലിറ്റി ആസ്വദിക്കേണ്ട ഒരു വ്യക്തിയാണെങ്കിൽ അത് ആസ്വദിക്കും. ചുരിദാർ ഇട്ടാലും ആസ്വദിക്കേണ്ട വ്യക്തി ആസ്വദിക്കും. ഇപ്പൊ ഈ പറഞ്ഞ ജീൻസോ ഷോർട്സോ ക്രോപ്പ് ടോപ്പ് ഇട്ടാലും ആസ്വദിക്കേണ്ടവൻ ആസ്വദിക്കും. അതിപ്പോ ഏത് നീളം കുറഞ്ഞാലും അത് തെറ്റിദ്ധാരണ മാത്രമാണ് സർ. അവിടെ നമ്മൾ ശാസ്ത്രീയമാരില്ല കണ്ണടക്കേണ്ടി വരും. നേരത്തെ പറഞ്ഞില്ലേ സ്ത്രീകളുടെ ചോയ്സ് ആണ് ചോയ്സ് ആണെന്ന് പറഞ്ഞില്ലേ? ആ ചോയ്സ് പറ്റി മറുപടിക്കൊരു മറുപടി. അല്ല, നിങ്ങളുടെ ഒരു ചോദ്യം അവിടുന്ന് ചോദിക്കുന്നു. ഒരു സെക്കൻഡ്, അവിടുന്ന് ഒരു ചോദ്യം ചോദിക്കുന്നു. ഇപ്പൊ മാം പറഞ്ഞായിരുന്നു ബേസിക്കലി സമൂഹം സംസ്കാരം നമ്മൾ അംഗീകരിക്കുന്നു. ഈ പറഞ്ഞ പോലെ അപ്പൊ മാം പറയണത് ഇപ്പൊ ഫാഷൻ ഡിസൈനിങ് അല്ലെങ്കിൽ മോഡലിംഗ് ചെയ്യണവരെല്ലാരും സമൂഹത്തിന് ഓക്കെ ആണെന്നാണോ മാം പറയണത്? മോഡലിംഗ് ചെയ്യുന്നത് സമൂഹത്തിന് ഓക്കെ ആന്നല്ല പറയുന്നേ. ഒരു ഫാഷൻ ഡിസൈനർ അവർ ഡിസൈൻ ചെയ്ത വസ്ത്രം ധരിച്ച് അവർ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അവർ സമൂഹത്തിൽ അങ്ങനെയാ നടക്കുന്നതെന്ന് ഈ സമൂഹം ഈ പറഞ്ഞ പോലെ നമുക്ക് വേണ്ടിട്ട് ഒന്നും ചെയ്യണില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഒരു സ്വാതന്ത്ര്യമാണോ? അതെ, നമ്മുടെ സ്വാതന്ത്ര്യമാണ്. പിന്നെ സംസ്കാരത്തിന്റെ കേസിനകത്ത് നോക്കണെങ്കിൽ തന്നെ നേരത്തെ ഒരു കാര്യം ചോദിച്ചോട്ടെ, താങ്കൾക്ക് സിസ്റ്റർ ഉണ്ടോ? എനിക്ക് പെങ്ങളുണ്ട്, ഉമ്മയുണ്ട് വീട്ടില്. കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, 2 മക്കളുണ്ട്. അതല്ല ഞാൻ ചോദിക്കുന്നത്, ഇദ്ദേഹത്തിന്റെ സിസ്റ്ററോ ഇദ്ദേഹത്തിന്റെ ഭാര്യയോ എക്സ്പോസ് ചെയ്ത് നടക്കാൻ ഇദ്ദേഹം സമ്മതിക്കുവോ? എന്റെ പാർട്ണറോ അല്ലെങ്കിൽ എന്റെ പെങ്ങളോ അതല്ല അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമോ എന്റെ ഭാര്യ അല്ലെങ്കിൽ എന്റെ പെങ്ങളുടെ അത് വ്യക്തി സ്വാതന്ത്ര്യമോ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ സംഭവം എന്താന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് അഭിപ്രായം ചോദിക്കണേണ്. നമുക്ക് റെലവെന്റ് ആയിട്ടുള്ള ചോയ്സ് പറയാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയാം, ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടെന്ന് പറയണ്ട. അത്രേ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാലും ഫൈനൽ അവരുടെ കംഫോർട്ടാണ് വലുത്. അവരുടെ കംഫോർട്ടാ വലുത്. പിന്നെ ഈ സാറിനോട് എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്, അജിത് കുമാറിനോട് സാറിന്റെ അടുത്ത് ചോദിക്കാനുള്ള എന്താന്ന് വെച്ചാൽ, സാർ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞു ഡ്രസ്സിന്റെ ബേസിസിലാണ് നമുക്ക് ഫസ്റ്റ് ഇംപ്രഷൻ തോന്നണെന്നുള്ളത്. സാർ ഐശ്വര്യ റായിനെ അറിയില്ലേ, നടി, ബോളിവുഡ് നടി? പിന്നെ ഓക്കെ, സാറിന് ആ മാമിനെ കാണുമ്പോ എന്താണ് തോന്നുന്നത്? ബഹുമാനമാണോ അല്ലെങ്കിൽ ലൈക്ക് എന്താ ഫീൽ ചെയ്യണം? ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. നേരിട്ടല്ല സാർ, ഇപ്പൊ ഈ ഫോട്ടോയിലോ ഇപ്പൊ അല്ലെങ്കിൽ നമുക്ക് മിസ് യൂണിവേഴ്സ് ഒക്കെ ഇരുന്നോ? ഞാൻ അങ്ങനെ നോക്കാറില്ല. ഒരു നടിയെന്ന നിലയിൽ അപ്പൊ നോക്കാറില്ല എന്ന് പറയുന്ന വ്യക്തിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം സ്ത്രീകളെ നോക്കാറില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. വേറെ കൂടി പറഞ്ഞുതരാം. അജിത്തിന്റെ സാത്വിക ശുദ്ധിയെ ചോദ്യം ചെയ്യരുത്. അതെ. എടാ നീ മണ്ടനാണോ? ആ അമ്മൂമ്മ ചോദിച്ച ചോദ്യം, നിന്റെ പെങ്ങന്മാരും ഭാര്യമാരും അങ്ങനത്തെ വസ്ത്രം ധരിച്ചാൽ നിനക്ക് കുഴപ്പമുണ്ടോ എന്നാ ചോദിച്ചേ. അത് അവന് നല്ല രീതിയിൽ കൊണ്ടിട്ടുണ്ട് ആ ചോദ്യം. ബാക്കിയുടെ കണ്ടു നോക്കാം. ഈ ചർച്ച എന്നെ ഇവിടെ ചർച്ചയ്ക്ക് വിളിച്ചത് പോലും ഈ വനിതകളുടെ, അതായത് സ്ത്രീകളുടെ വസ്ത്രധാരണത്തിന് പരിധി വേണമെന്നുള്ളതാണ്. എല്ലാരും സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറഞ്ഞു. ഈ സ്വാതന്ത്ര്യത്തിന് എന്താണ് സ്വാതന്ത്ര്യം? എന്റെ സ്വാതന്ത്ര്യം, ഞാൻ ഇങ്ങനെ കൈവീശി നടക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. സാറിന്റെ മൂക്കിന്റെ പരിധി കഴിഞ്ഞു പോയാൽ അതെന്റെ സ്വാതന്ത്ര്യം ആണല്ലോ. മൂക്കാവണ്ട കയറി ഇടിച്ചാൽ നമ്മുടെ അപ്പൊ അവിടുന്ന് അത് ആപേക്ഷികമാണ്. നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എപ്പോഴും ആപേക്ഷികമാണ്. എനിക്ക് നല്ലത് എന്ന് തോന്നുന്നത് അല്ലെങ്കിൽ എന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് അത് അസ്വാതന്ത്ര്യം, അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കരുത്. ഇവരുടെ വസ്ത്രധാരണ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടോ? അതിനകത്ത് രണ്ട് തരത്തിലുണ്ട്. 2 കൾച്ചറിന്റെ ഒരു 2 സംസ്കാരത്തിന്റെ ഒരു സംയോജനം കൂടിയുണ്ട്. പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിലുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ അവിടെ വരുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ പറഞ്ഞവരുടെ ഒക്കെ ഇടയിലുള്ള ഒരു നമുക്ക് സമൂഹത്തോടുള്ള ഒരു ഉത്തരവാദിത്വവും കടമയും ഒരു പൊതുബോധം എന്ന് പറയുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ടായാൽ ആ പൊതുബോധത്തിൽ എന്താണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ഞാൻ നേരത്തെ സാരി ഉടുത്തോണ്ടിരുന്ന ആളാണ്. എന്നെ അറിയുന്നവിടെ ഒരുപാട് പേരുണ്ട്. അപ്പോ സാരി ഉടുത്തിൽ നിന്ന് എനിക്ക് ഇപ്പൊ എനിക്ക് കൺവീനിയന്റ് ആയിട്ട് തോന്നുന്നത് ചുരിദാർ ഇട്ടാൽ, ഞാനൊരു കോർപ്പറേറ്റ് കമ്പനിയുടെ ഒരു സ്റ്റാഫ് കൂടിയാണ് ഇപ്പോ. അപ്പൊ അവിടെ ഞങ്ങൾക്കൊരു ഡ്രസ് കോഡ് ഉണ്ട്. നമ്മുടെ ശരീരം മറച്ച്, അതായത് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന കസ്റ്റമർ അല്ലെങ്കിൽ നമ്മളെ കാണാൻ വരുന്ന ഒരാളുടെ മുമ്പിൽ നമ്മുടെ കോൺസെൻട്രേഷൻ, ഡ്രസ്സിനെ കുറിച്ചുള്ള കോൺസെൻട്രേഷൻ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ശരീരം മറച്ചുള്ള ഡ്രസ്സ് ധരിക്കണം എന്നുള്ള ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഡ്രസ് കോഡാണ്. അപ്പൊ നമ്മൾ ആ ഒരു ഡ്രസ് കോഡ് അംഗീകരിച്ചേ പറ്റുള്ളൂ. ബാങ്ക് ജീവനക്കാരും ആശുപത്രി ജീവനക്കാരും സൈന്യത്തിൽ ഒരു സംശയം ചോദിക്കും സഹോദരി, ഈ ഡ്രസ്സിൽ ശരീരം മറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഇതിന് അപ്പുറത്തേക്ക് ഇങ്ങനെ മൂക്കും കൂടെ മറച്ചോണ്ട് നടക്കാൻ പറ്റുമോ? എന്തായാലും ഇതും മറച്ചിലല്ല, മാന്യത ശരീരം മറഞ്ഞു എന്ന് പറയുന്നത്. മാഡത്തിനോ പെട്ടെന്ന് ഉടുപ്പ് പിടിക്കേണ്ടി വന്നു, ശരീരം മറഞ്ഞിട്ടില്ല, ഉടുപ്പ് കുറച്ച് ടൈറ്റ് ആണ്, അതുകൊണ്ട് മാഡം അതില് ഡിസ്റ്റർബ്ഡ് ആണ്. അതുകൊണ്ട് അങ്ങനെ വസ്ത്രത്തെ അങ്ങനെ കയറി. അപ്പൊ എനിക്ക് ഏറ്റവും വിഷമമുള്ളത് സാർ, പല വിഷയങ്ങളിലും ഒരു ജെൻഡർ ന്യൂട്രാലിറ്റി വേണമെന്ന് നിരന്തരം ആഗ്രഹിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത് തന്നെ ഇവിടെ എത്ര ഹീനമായിട്ടാണ് പുരുഷന്മാർ വന്നിരുന്നു പുരുഷന്മാരെ
അധിക്ഷേപിക്കുന്നത്. ഈ രണ്ട് സ്ത്രീകളും പുരുഷന്മാരും ഇരുന്ന് പുരുഷന്മാരെ അധിക്ഷേപിക്കുകയാണ്. നമ്മുടെ സനാതന ധർമ്മത്തിൽ തന്നെ ചരിത്രത്തിൽ തന്നെ ധർമാർത്ഥ കാമ മോക്ഷം പുരുഷാർത്ഥങ്ങളെ പറയുന്നതാണ്. ഇതിൽ ധർമ്മവും അർത്ഥവും കാമവും മോക്ഷവും എല്ലാം ചേർന്നാണ് പുരുഷാർത്ഥം. അതുകൊണ്ട് ആ പുരുഷാർത്ഥങ്ങളെല്ലാം തന്നെ പുരുഷനുണ്ട് എന്നുള്ളതും സ്ത്രീകൾക്കുണ്ട് എന്നുള്ളതും അത് ഫാക്ട് ആണ്. അത് അംഗീകരിക്കണം. അതിനെ ട്രിഗർ ചെയ്യപ്പെടുവാൻ സ്ത്രീകളുടെ വേഷം പറയുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഒരു ന്യൂഡ് ബീച്ച് ഉണ്ടെന്നത്, അതുപോലെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്ന്. മാത്രമല്ല ഏറ്റവും കൂടുതൽ മോഡേൺ ആയിട്ട് ഡ്രസ്സസ് ധരിച്ചുകൊണ്ട് എക്സ്പോസ് ചെയ്യപ്പെട്ട സ്ത്രീകൾ നടന്നു പോകുന്ന യൂറോപ്യൻ കൺട്രീസിന്റെ തെരുവോരങ്ങളിൽ പുരുഷന്മാരുണ്ട്. ആ പുരുഷന്മാർ നോക്കുമായിരിക്കാം. ധർമ്മബോധമുള്ള ഒരു സൊസൈറ്റി, ഇവിടെ ഏറ്റവും കൂടുതൽ ധർമ്മത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് പറയാണ്. ധർമ്മബോധമുള്ള ഒരു പുരുഷനാണെങ്കിൽ, ധർമ്മബോധമുള്ള ഒരു സമൂഹമാണെങ്കിൽ കണ്ടോളൂ, ആസ്വദിച്ചോളൂ, നോക്കിക്കോളൂ. മനസ്സിൽ എന്ത് ചിന്തിക്കുന്നല്ല, അവന്റെ പ്രവൃത്തി എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. നോട്ടം സ്ത്രീയെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. മെയിൽ ഗെയ്സ് അത് സ്ത്രീക്ക് പ്രൊവോക്കേറ്റിംഗ് ആണ്, ബുദ്ധിമുട്ടാണ്. മെയിൽ ഗെയ്സ് പുരുഷന്റെ നോട്ടം ഈ സ്ത്രീകളുടെ കാര്യത്തിൽ താങ്കൾ എന്തിനാ വറീഡാവുന്നു? സ്വാഭാവികമായിട്ട് വരിടാവും. കാരണം അവർ നമ്മളെ പെങ്ങന്മാരാണ്. മെയിൽ ഗെയിം പ്രയാസം ഉണ്ടാക്കുന്ന സ്ത്രീകളുടെ റീലുകൾ സ്ഥിരം കണ്ടോണ്ടിരിക്കുന്നത്. മോഡേൺ ഡ്രസ് മാത്രമല്ലല്ലോ എക്സ്പോസിംഗ് ആയിട്ടുള്ളത്. ഈ പറഞ്ഞ സാരി മാഡം ഒന്ന് കൈമുക്കി കഴിഞ്ഞ ഈ ഒരു സൈഡ് മൊത്തം കാണും. അല്ല മാഡം ഒന്ന് കൈ അമ്മ എന്നുള്ള ഒരു എല്ലാ ബഹുമാനം തന്നിട്ട് ഇവരോട് ചോദിക്കുക. ഇവർ ഇത്ര നേരം സ്ത്രീകളെ കുറ്റം പറയുന്നു. അന്ന് അറ്റത്തിരിക്കുന്ന അദ്ദേഹം ചർച്ച തുടങ്ങിയത് അമ്മ എന്ന വ്യക്തിയെ നമ്മൾ ഭാരത സംസ്കാരം അനുസരിച്ച് അത്രയും ബഹുമാനിക്കുന്ന ഒരു പദമാണ്. ഇദ്ദേഹത്തിന്റെ ചർച്ച തുടങ്ങിയത് എങ്ങനെയാണ്? അമ്മ എന്ന് പറയുന്നത് ഫോണിന്റെ സൈറ്റിൽ സെർച്ച് ചെയ്യുന്ന ഒരു സെർച്ച് എഞ്ചിനിലുള്ള ഒരു ആയുധാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് റിപ്ലൈ അവസരമാണ്. ഫസ്റ്റ് ഹനാൻ പറഞ്ഞ നോണ. മോം എന്ന പദം 2017 പോൺ പുറത്തുവിട്ട പഠനത്തിൽ അവരുടെ സൈറ്റിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ട പദമാണെന്ന സങ്കടമാണ് പറഞ്ഞത്. ആ സങ്കടത്തിന് മുന്നിൽ എന്താണ്? സ്വന്തം മോമിന്റെ എക്സ്പോസിംഗ് അല്ല, കേക്ക് സ്വന്തം മോമിന്റെ എക്സ്പോസിംഗ് അല്ല അവിടെ പ്രശ്നം. അവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ജനറൽ പബ്ലിക്കിൽ ഫോൺ ഇൻഡസ്ട്രിക്കുള്ളിൽ ഇങ്ങനെ പോലും ആളുകൾ വിയേർഡായി പോകുന്നു. അത്രത്തോളം ആളുകൾ സെക്സ്വലി ഡീസെൻസിറ്റൈസ്ഡ് ആകുന്നു. ന്യൂഡിറ്റി കണ്ട് അവർക്ക് നോവൽറ്റി വേണ്ടി വരുന്നു, പുതിയ കണ്ടന്റുകൾ ആവശ്യം വരുന്നു. അത് ഇൻസെസ്റ്റ് കണ്ടന്റുകൾക്ക്, അഗമ്യഗമന കണ്ടന്റുകളിലേക്ക് ആളുകൾ കൂടുതൽ പോകുന്നതിന് കാരണമാകും. ഞാൻ 2 പെൺകുട്ടികളെ വളർത്തി വലുതാക്കിയ ചെറിയൊരു ബൊട്ടീക്കായിരുന്നു എനിക്ക്. അപ്പൊ ഞാൻ ഈ പർച്ചേസിന് പോകുമ്പോൾ അവിടെയുള്ള ഏറ്റവും മോഡൽ ഡ്രസ്സുകൾ എന്റെ 2 മക്കൾക്ക് ഞാൻ മേടിച്ചു കൊടുക്കാറുണ്ട്. സത്യം പറഞ്ഞ ഇപ്പൊ ഈ ജൻസി കുട്ടികളുടെ കൂടെ ഞാൻ ഇരിക്കുമ്പോ എന്റെ 2 മക്കളുടെ കൂടെ ഇരിക്കുന്ന പോലെയാ എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ഈ മോഡൽ ഡ്രസ്സ് ഇടുക എന്ന് പറയുമ്പോൾ അത് ആൾക്കാരുടെ കാഴ്ചപ്പാടിലാണ് വ്യത്യാസം. അവർ കുട്ടികൾ ആ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ എന്താ ഒരു കുഴപ്പമുള്ളത്? ഓക്കെ, നല്ല രസകരമാണ് കേൾക്കാൻ, അതുകൊണ്ടാണ് വെക്കുന്നത്. ഓക്കെ, ബാക്കിയുടെ കേൾക്കാം. അപ്പൊ കുട്ടികൾ അവർക്ക് കംഫർട്ടബിളും അവർക്ക് ആത്മവിശ്വാസവും തോന്നുന്ന ഡ്രസ്സുകൾ ഇവിടെ ആദ്യം ആ സാറ് പറഞ്ഞു എന്താ ഡ്രസ്സ്, അതായത് സ്ത്രീകൾ അണിയുന്ന ഡ്രസ്സിലെ വെച്ചിട്ട് വശീകരിക്കുന്നു, ആണുങ്ങളെ വശീകരിക്കുന്നു എന്നുള്ളൊരു വാക്ക് അവിടെ ഉപയോഗിച്ചു. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഈ സ്ത്രീകള് ചുരിദാറും ഈ പറഞ്ഞ പർദ്ദ, സാരി അതുപോലെ ഫുള്ള് മറച്ച് നടക്കുകയാണെങ്കിൽ ഇവിടെ ഈ പീഡനങ്ങൾ പോലെയുള്ള അല്ലെങ്കിൽ സെക്ഷൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ അതുപോലെയുള്ള അട്രാക്ഷൻ അല്ലെങ്കിൽ അത്രയും നല്ല ആണുങ്ങൾ മാത്രം ഉണ്ടാവും ഇവർക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? സാർ ഒരു ചോദ്യം കൂടി. അപ്പൊ പിന്നെ പറഞ്ഞു ഈ സ്ത്രീകൾ ഏറ്റവും മോഡേൺ ഡ്രസ് ഇട്ട് നടക്കുമ്പോ ആണുങ്ങളെ മാത്രമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആണുങ്ങളാണെന്ന് പറഞ്ഞു. പക്ഷെ അതിനോട് യോജിക്കാൻ സാറിനോട് ആരെങ്കിലും ഏതെങ്കിലും പെണ്ണുങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ അത് മൈൻഡ് ചെയ്യാറില്ല? എന്റെ ഇത് വെച്ചിട്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വെച്ചിട്ടും ഇപ്പോഴത്തെ ജനറേഷൻ ആയിക്കോട്ടെ ഇവിടെ ഇരിക്കുന്ന ഏത് പ്രായമായാലും പറയും ഒരു പെൺകുട്ടി ഇപ്പൊ ആ മേഡത്തിനെ പറഞ്ഞു ആ ഡ്രസ്സ് എല്ലാവരും ശ്രദ്ധിച്ചു, ഏത് പ്രായക്കാരും ശ്രദ്ധിച്ചു, ആണുങ്ങൾ ശ്രദ്ധിച്ചു, പെണ്ണുങ്ങൾ ശ്രദ്ധിച്ചു. അതുപോലെ ഇതിനെയും കാട്ടി മോഡേൺ ആയിട്ടായാലും ഈ പറഞ്ഞ സാരി ആയാലും പർദ്ദയായാലും എത്ര വേടായിട്ടുള്ള ഡ്രസ്സാണ് ഈ പോലും അത് പെൺകുട്ടികളായിരിക്കും ഫസ്റ്റ് ശ്രദ്ധിക്കാം. കാരണം നമ്മളാണ് അത് ജഡ്ജ് ചെയ്യുന്നത്, നമുക്ക് ഇഷ്ടപ്പെടുന്നത്. ആണുങ്ങൾ ശ്രദ്ധിക്കുന്നതിനെ കാട്ടി അത് പെൺകുട്ടി അത് ആദ്യം അന്വേഷിക്കണം, അത് ആണുങ്ങൾ മാത്രമാണോ അത് ജഡ്ജ് ചെയ്യുന്നത്? ഫസ്റ്റ് പോയിന്റ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ
ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ചുരിദാറും പറഞ്ഞിട്ടാൽ റേപ്പ് അറ്റംപ്റ്റ് കുറയുമെന്നുള്ളതാണ്. നമ്മൾ പറയുന്നത് വൺ ഓഫ് ദി കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് എന്ന് മാത്രമാണ്, ഓൺലി കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ എന്നല്ല. ഫോർ എക്സാമ്പിൾ ഹെൽമെറ്റ് ഇട്ടാൽ ആക്സിഡന്റ് കുറയും നമ്മൾ പറയും. അതിനർത്ഥം ഹെൽമെറ്റ് ഇട്ട് എല്ലാവരും പോയാൽ തീരെ ആക്സിഡന്റ് മരണം ഉണ്ടാവുന്നല്ല, ഒന്നാമത്തെ പോയിന്റ്. അഥവാ അത് വൺ ഓഫ് ദി കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് എന്ന് മാത്രം. ഒപ്പം തന്നെ അവിടെ സ്ത്രീ നെയ്ക്കഡായി നടന്നാൽ പോലും പുരുഷൻ റേപ്പ് ചെയ്യുന്നെങ്കിൽ പുരുഷൻ തെറ്റുകാരൻ തന്നെയാണ്, ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റൂല. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ അട്രാക്റ്റീവായി നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്യാൻ നടന്നു കഴിഞ്ഞാൽ നോക്കിക്കോട്ടെ, ആർക്ക പ്രശ്നം? മനസ്സിലായി. സ്ത്രീകൾ നോക്കുന്നോണ്ട് ഒരു കുഴപ്പമില്ല. അവിടെ നമ്മൾ പറയുന്നത് വെച്ചാൽ സ്ത്രീകളെ പുരുഷന്മാർ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, ദുരുപയോഗം ചെയ്യുന്നു. മെയിൽ ഗേസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് സോഷ്യൽ സിറ്റുവേഷനിൽ സ്ത്രീ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം, പുരുഷനെ തുറച്ചുനോട്ടം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പുരുഷൻ ആസ്വാദികരമായ രീതിയിൽ സ്ത്രീകളെ കൊണ്ട് വസ്ത്രം ധരിപ്പിക്കാൻ വേണ്ടി പുരുഷൻ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുന്നു. ഞങ്ങളൊരു മിക്സ്ഡ് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ, അപ്പം ഇതെല്ലാം എന്റെ ഫ്രണ്ട്സ് ആണ്. ഇതിനകത്ത് ഗേൾസ് ഉണ്ട്, ബോയ്സ് ഉണ്ട്. ഞാൻ ഈ 2 ബോയിന്റെ ഇടയ്ക്കാണ് ഇരിക്കുന്നത്. ഇവന്മാർക്ക് ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ടോ, ഞാൻ ഏത് തരത്തിലുള്ള ഡ്രസ്സ് ഇട്ടാലോ ഇവന്മാർ എന്നെ വേറെ കണ്ണിൽ നോക്കത്തില്ല. എല്ലാ ആണുങ്ങളും ഒരുപോലാണെന്ന് നേരത്തെ പറഞ്ഞു. എന്താ എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങൾ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാ അയ്യോ അവള് അങ്ങനെ ഡ്രസ്സ് ഇട്ടു, അപ്പൊ അവൾ ഇങ്ങനെയാണ്, അവള് പന്ന പെണ്ണാണ്. അങ്ങനെ അമ്മമ്മ നേരത്തെ പറഞ്ഞത് മുട്ടിന് മണ്ണിലോട്ട് കേറിക്കൊണ്ടുള്ള ഡ്രസ്സ് ഇട്ടോണ്ട് വരാഞ്ഞത്. ഇവന്മാരും ഒന്നും ചെയ്യാൻ. അതുപോലെ തന്നെ ബസ്സിൽ പോന്നെ ഞങ്ങളെല്ലാരും ബസ്സിൽ പോണവരാണ്. ഇതിനകത്ത് ജെൻസി ആമ്പിള്ളേരെന്ന് ഇപ്പൊ പറയണ്ടല്ലോ, ഇവന്മാരും ഇങ്ങനെ നോക്കി അല്ല സോറി ഇങ്ങനെ നോക്കിട്ട് ഈ പെണ്ണ് കൊള്ളാലോ, പക്ഷെ ഇച്ചിരി പ്രായമായിട്ടുള്ള അമ്മാവന്മാരാണ്. ഇവള് കൊള്ളാം, ആ ഓട്ടം കാണുമ്പോഴാണ് നമുക്ക് സത്യത്തിൽ ഇറിറ്റേഷൻ ഉണ്ടാവുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, ഇങ്ങനെ നോക്കും ഇങ്ങനെ കൊള്ളാം. എന്താ അതേ ഡ്രസ്സാണോ? ചുരിദാർ ഷാളിട്ടിട്ട് പോയി നോട്ടുണ്ട്, ഇട്ടിട്ട് പോയി നോട്ടുണ്ട്. ഇവിടെ ഒരു ബോട്ടിക്കിന്റെ ഉടമയുണ്ടെന്ന് പറഞ്ഞു. അതെ, ആ ചേച്ചി വളരെ മനോഹരമായിട്ട് നമ്മളോട് സംസാരിച്ചു. അപ്പൊ എന്താ വെച്ചാൽ എനിക്ക് അവരോടാണ് ചോദിക്കാനുള്ളത്. എന്താ അറിയോ, കുറെ വസ്ത്രങ്ങള് കുറെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്, വാങ്ങുന്നുണ്ട് അല്ലേ. ശരിക്കും നമ്മൾ ഇന്ത്യയിൽ വരേണ്ട ഒരു ഏറ്റവും വലിയൊരു നിയമം എന്താണെന്ന് അറിയോ, ഒരു വസ്ത്രം ഇടുമ്പോ ഇത് ഇന്ന പരിപാടിക്ക് ധരിക്കാൻ പാടുള്ളൂ. സ്ലീവ്ലെസ് ആണെങ്കിൽ ഇന്ന പരിപാടിക്ക് ധരിക്കണം, സാരി ആണെങ്കിൽ ഇന്ന നമ്മളൊരു കുലസ്ത്രീ പരിവേഷമാണല്ലോ അപ്പൊ അതിന് വരുന്നത്, അത് ആ രീതിക്ക് ധരിക്കണം. ഷോർട്സ് ആണെങ്കിൽ ഇത് ഇന്ന രീതിക്കേ ധരിക്കാൻ പാടുള്ളൂ. അങ്ങനെ എന്തെങ്കിലും അജണ്ടകൾ ഉണ്ടോ? അങ്ങനെ ഒരു പരിമിതികൾ പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ സാഹചര്യവും സന്ദർഭവും സമയം അനുസരിച്ച് ഡ്രസ്സ് ധരിക്കണം എന്ന് ഞാൻ എന്റെ കുട്ടികളോട് പറയാറുണ്ട്. പക്ഷെ അവർക്കത് ഇഷ്ടമാണെങ്കിൽ, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരു ജീൻസ് ഇടുന്ന ഭർത്താവ് ഉണ്ടെന്ന് വിചാരിച്ചോ, അവന്റെ ഭാര്യ ആ പ്രോഗ്രാമിന് പോകുമ്പോ സെറ്റ് സാരി ഉടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ അവരത് സമ്മതിക്കോ? ഇല്ല. അപ്പൊ അതനുസരിച്ചുള്ള മോഡേൺ ഡ്രസ്സുകൾ അവർ ഇട്ടേ മതിയാവുള്ളൂ. അതിനു വേണ്ടിയാണ് നമ്മളിപ്പോ പരിസരവും കാലാവസ്ഥ അനുസരിച്ച് പോകണം. പരിസരം അതിന്റെ കാലാവസ്ഥ അനുസരിച്ച് ഓക്കെ, പുതിയൊരു ബില്ല് പാസ്സാക്കണം എന്നാണ് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം. വസ്ത്രത്തിന്റെ പേരിൽ സത്യം പറഞ്ഞ ശരിയാണ് വരുന്നത്. നല്ല ഡ്രസ്സ് ധരിക്കും മക്കളെ എന്ന് പറയുമ്പോഴാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. ഓക്കെ, നമുക്ക് ചെറിയൊരു ക്ലിപ്പും കൂടെ കണ്ടിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. മോഡേൺ ഡ്രസ്സ് പാടില്ല എന്ന് ആരും പറയുന്നില്ല. ഞാനിപ്പോ ഇട്ടേക്കുന്ന ഈ ഡ്രസ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ആർക്കെങ്കിലും കണ്ടിട്ട്? എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ഇതിനകത്ത് ഇട്ടേക്കുന്നത് സ്ലീവ്ലെസ് ആണ്. അപ്പൊ എനിക്കിത് ഇതും കൂടി ഇട്ടപ്പോഴാണ് എനിക്ക് കംഫർട്ട് എന്ന് വെച്ച് ഞാൻ അങ്ങനെ ഇടണേന്ന് വെച്ചിട്ട് ഈ കൂടിയിരിക്കുന്നവരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഇതേ ഡ്രസ്സ് വാങ്ങുമ്പോൾ ഈ സ്ലീവ്ലെസ് കവർ ചെയ്ത് ഇത് ഇടണം എന്ന് പറയേണ്ട കാര്യം എനിക്കില്ല. അത് അവരവരുടെ ഇഷ്ടമാണ്, ഏത് ഡ്രസ്സ് ധരിക്കണം എന്നുള്ളത് അവരവരുടെ ഇഷ്ടമാണ്. പിന്നെ ഒരു മിനിറ്റ്, പിന്നെ നമ്മള് ഫുൾ കവർ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല മാന്യമായിട്ട് ഇരുന്നിട്ട് നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന ഭാഷ മോശമാണെങ്കിൽ അതാരാണ് അതിൽ വൾഗറാവുന്നത്? ഇപ്പൊ നമ്മുടെ മഞ്ജു ചേച്ചിയുടെ മോളുടെ കാര്യം പറഞ്ഞു, മോളുടെ വിഷയം വന്നു, ഭയങ്കരമായിട്ട് വിഷയമായ ഒരു കാര്യമാണത്. ആ കുട്ടി അങ്ങനെ ഒരു ഡ്രസ് ഇട്ടു, അതിന്റെ തൊഴിലിന്റെ ഭാഗമായിട്ട് ആ ഡ്രസ് ഇട്ടു. പക്ഷെ അതിനെ ഒപ്പോസ് ചെയ്ത് പറഞ്ഞയാള് നല്ല കവർ ചെയ്ത ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് അവരുടെ വായിൽ നിന്ന് വീണ ഭാഷ
പക്ഷെ ഇപ്പൊ അപ്പൊ അവിടെ അവന്റെ നമ്മൾ ഒരു കാര്യം മറന്നു വരുന്നത് യൂട്യൂബിൽ ഈ ധനാഗമ മാർഗമായതുകൊണ്ട് ഈ കുറച്ചുകൂടെ ഈ ലൈക്സും ഷെയറും കൂടാൻ വേണ്ടി അങ്ങനെ ഡ്രസ് ഇട്ട് വരുന്നവരുണ്ട്. ഒരു രഹസ്യം കൂടെ ഞാൻ പറയാം, ഈ വാർത്താ ലോകത്തും അതിപ്പോ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാനൊക്കെ ഇതൊക്കെ ഊരികളയുന്ന ഒരു കാലം വിദൂരമല്ല. അതായത് ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു പഠനമുണ്ട്. ഇൻസ്റ്റാഗ്രാം ടീനേജ് പെൺകുട്ടികളുടെ മെന്റൽ ഹെൽത്തിനെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്ന് ഒരു കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതായത് അവരെ സെൽഫ് സെക്ഷലൈസ് ചെയ്യുന്നു, കൂടുതൽ ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സെൽഫ് സെക്ഷലൈസ് ചെയ്ത വീഡിയോസ് റീൽസും ചെയ്യുന്നുള്ളത്. വേറൊന്ന്, പിന്നെ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഇപ്പൊ ഒരു ഡ്രസ്സ് എടുക്കാൻ ഇതിലൊരു സോഷ്യൽ കണ്ടീഷന്റെ പ്രശ്നമുണ്ട്. നമ്മളൊരു ചെറിയ കുട്ടിക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ഒരു ടെക്സ്റ്റൈൽസിൽ, ഇപ്പൊ എറണാകുളത്ത് ഏതെങ്കിലും ടെക്സ്റ്റൈൽസിൽ അവിടെ പോയിട്ട് നിങ്ങൾ ഒരു ഇൻഫന്റ് ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു ബേബി ഡ്രസ്സ് നമ്മൾ നോക്കിയാൽ പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ ഡ്രസ്സ് നോക്ക്, പെൺകുട്ടികളുടെ ഡ്രസ്സ് മോർ റിവീലിംഗിലായിരിക്കും. അത് അങ്ങനെ വരുന്നുള്ളൂ. നിങ്ങൾ ആരുവാണെങ്കിലും എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുക. ഈ ചെറുപ്പം തൊട്ട് ഈ പെൺകുട്ടികളെ റിവീലിംഗ് ഡ്രസ്സ് ധരിച്ചിട്ടാണ് വളർന്നു വരുന്നത്. അത് അങ്ങനെയാണ്. അപ്പൊ ആരാണ് ഇത് ഡിസൈൻ ചെയ്യുന്നത്? അത് പാട്രിയാർക്കിയാണ്. ശരി, ഒരു കാര്യം ഇനിയിപ്പോ സംസാരിക്കാത്തതുകൊണ്ട് പെട്ടെന്ന് എന്റെ അഭിപ്രായത്തിൽ ഇവിടെ ആ ഒരു പ്രശ്നം ആൺകുട്ടികളുടെ കാഴ്ചപ്പാടിലാണ്. ഇപ്പോ അക്കൗണ്ടബിലിറ്റി മാറ്റുവാണ് ബേസിക്കലി. കുഞ്ഞു സ്ത്രീകളെ നല്ല ഡ്രസ്സ് ധരിക്കൂ, നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, അപ്പൊ തൽക്കാലം ഞാൻ മൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ലെങ്തി വീഡിയോ ചെയ്യുന്നത്, ഏകദേശം 1 hour അടുത്താവാനായി. ഓക്കെ, അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ട് കമന്റ് ചെയ്യൂ. ബൈ.